ഹലോ ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ നല്ല ഒരു ലൈവ് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമിയുടെ വളരെ ശക്തമായ ഒരു പ്രഭാഷണം, ഒരു ആദർശ പ്രഭാഷണം നമ്മൾ കേട്ടുകഴിഞ്ഞു. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ നമുക്കത് എത്തിച്ചു തന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പടപൊരുതാനുള്ള തൗഫീഖിനെ കൂടുതലായി അള്ളാഹു നൽകുമാറാവട്ടെ. അതിനുള്ള ആഫിയത്തിനെയും അള്ളാഹു നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ കൂടുതലായി ഇത് സംബന്ധമായി വിശദീകരിക്കാൻ ഞാൻ അശക്തനാണ്. ഒരു ലൈവ് ആദർശ ചർച്ച എന്ന നിലക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ ബഹുമാനപ്പെട്ട RCKP, അതുപോലെ തന്നെ അമീർ സാഹിബ്, മിസ്ബാഹു വാഫി തുടങ്ങി നമ്മുടെ നേതാക്കന്മാരുടെ ഒരു നിര തന്നെ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. ബഹുമാനപ്പെട്ട നൂർ ഫൗലി ഉസ്താദ് അവറുകളും നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് റൂമിൽ ഇത് ക്ലാസിന്റെ സമയത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം ജോയിൻ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിശദമായി വരുന്ന സമയങ്ങളിൽ നമ്മുടെ ഉസ്താദുമാരൊക്കെ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു ലൈവ് ചർച്ചയായിരുന്നു, നല്ലൊരു ലൈവായിരുന്നു നമുക്ക് ലഭ്യമായത്. സുന്നത്ത് വൽ ജമാഅത്തിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് സമർത്ഥമായൊരു പ്രഭാഷണം. 2 ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ച പേരാമ്പ്രയിൽ വെച്ചുകൊണ്ട് ഒരു ലൈവ് അവിടെ ഒരു പരിപാടി ഇസ്തിഖാമയുടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്തഫ ഷഫീഖും MT അബൂബക്കർ ദാരിമി ഉസ്താദിനുമൊക്കെ ഒരു സ്വീകരണവും, അതോടുകൂടി ജാഫർ മൗലവി എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് അദ്ദേഹത്തിനൊരു സ്വീകരണവും ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു പരിപാടി പേരാമ്പ്രയിൽ വെച്ചുകൊണ്ട് നടക്കുകയുണ്ടായി. അതിന്റെ ലൈവ് നമ്മളൊക്കെ കേട്ടതാണ്. അതിൽ ആ ജാഫർ മൗലവി സവിസ്തരം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ തുറന്ന് സംസാരിച്ചത് നമ്മളൊക്കെ കേട്ടു. വളരെ നല്ല ഒരു പ്രഭാഷണമായിരുന്നു അദ്ദേഹം അവിടെ നിർവഹിച്ചത്. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അവിടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട 12 വർഷത്തെക്കുറിച്ചായിരുന്നു. 12 വർഷങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഈ സിഹറും അതുപോലെയുള്ള ഷിർക്കുമൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ ഭീതിപ്പെടുത്തി, ഇല്ലാ കഥകളുണ്ടാക്കി, ഇല്ലാത്ത ആയത്തുകൾക്ക് ദുർവ്യാഖ്യാനങ്ങളും ഒക്കെ നൽകിക്കൊണ്ട്, ഇല്ലാ കഥകൾ മെനഞ്ഞെടുത്തുകൊണ്ട് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് കൺഫ്യൂഷൻ സൃഷ്ടിച്ചതിന്റെ ഫലമായി അങ്ങനെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത്, നമ്മളൊരു തൗഹീദ് വിരുദ്ധരാകരുത് എന്ന വിചാരത്തോടുകൂടി ചില മറ്റു ആളുകളെപ്പോലെ ഇദ്ദേഹവും ചിന്തിക്കുകയും അദ്ദേഹത്തിന്റെ സമയം നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സംഭവം പറഞ്ഞു. ഭയങ്കര സംഭവമാണല്ലോ അല്ലേ? ഇപ്പൊ വിട്ടോ ഉമ്മൻചാണ്ടിനെ കൊണ്ട് മറ്റേ പള്ളിക്ക് തറക്കല്ലിടിച്ച ആൾക്കാരൊക്കെ അല്ലേ? ഷഹർ മുബാറക്ക് മസ്ജിദിന് ഉമ്മൻചാണ്ടിനെ കൊണ്ട് തറക്കല്ലിടിച്ചിട്ടൊക്കെ ഉമ്മൻചാണ്ടിനെ വിട്ടോ?
ഓ എന്തേന്ന് സംഭവം വേണ്ടേ, ഇതൊരു കഷ്ടം. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാള് ഈ ഗതികേടൊക്കെ ഇയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കേശത്തിന്റെ തിരുകേശത്തിന്റെ പേരിൽ വ്യാജമുണ്ടാക്കിയ ആളുകളെ കൂടെ കൂടുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. വേണ്ടേ? ആര്യാടനെ വേണ്ടേ? ഉമ്മൻചാണ്ടിനെ വേണ്ടേ? ഇല്ലാത്തൊരു സംഭവം തന്നെ അല്ലേ. എന്തൊരു കഷ്ടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ ഒരാളും അങ്ങനത്തെയൊന്നും പെട്ടില്ലല്ലോ. നമ്മളെ ഇവരൊരു കഥ ഒന്ന് ആലോചിച്ച് നോക്കാണ്. ഇവരെ സഹായിച്ചവരൊക്കെ നാറിക്കൊണ്ടിരിക്കുക. ആവശ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുണ്ടാക്കിയ ഒരു വ്യാജമായ സംവിധാനത്തിന് പോയ ആളുകൾ അത് ആരായാലും നാറും. പിന്നെ എത്ര വലിയവനാണെങ്കിലും അവൻ നാറിയിട്ടേ മരിക്കൂ എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല. അതായത് മരിക്കുന്നതിന് മുമ്പ് അവൻ നാറും. അത് പൊതുജനങ്ങളൊക്കെ കാണും. അതിന് മനസ്സാ വാചാ കർമ്മണ, അതിനെ ആര് സഹായിച്ചിട്ടുണ്ടെങ്കിലും അവർ ഈ ദുനിയാവിൽ വെച്ചത് അനുഭവിക്കാതെ പോവില്ല. ആരും ബേജാറാണ്ട. അതാരായാലും ശരി, അത് പ്രധാനമാണെങ്കിലും മുഖ്യമാണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും, വ്യവസായമാണെങ്കിലും, പിന്നെ വിദ്യാഭ്യാസമാണെങ്കിലും, സാമൂഹ്യമാണെങ്കിലും ആരായാലും അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ആ വിഷയം അതിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഉണ്ടാക്കാൻ, പൊതുമരാമത്താണെങ്കിലും ഏത് മരാമത്താണെങ്കിലും, വിദ്യുച്ഛക്തിയാണെങ്കിലും ഏതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാജമുണ്ടാക്കിയതിനെ സഹായിക്കാൻ മനസ്സാ വാചാ കർമ്മണ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരത് അനുഭവിക്കാതെ പോകുന്നു കരുതണ്ട, അതാരായാലും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വെറുതെ വിഷയത്തിനെ അങ്ങോട്ട് അല്ലേ, ഇത് വല്ലാത്ത ഒരു തൗഫീഖാണ് നമുക്കുള്ളത്. കാരണം നമ്മളെങ്ങനെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതിലേക്ക് നമ്മളെ വിളിച്ചു കൊണ്ടുവരാൻ കുറച്ച് ആൾക്കാർ നമ്മളെ ക്ലാസ് റൂമിൽ കയറി വരുന്നത് ഈ കാന്തപുരത്തിന്റെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളെ അല്ലേ. നമ്മൾ എങ്ങനെങ്കിലും പോകുമ്പോൾ വലിച്ചു പിടിച്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരികയാണല്ലോ. ഏതായാലും ആ കുട്ടിനെ ക്ലാസ് റൂമിൽ പ്രത്യേകമായി അദ്ദേഹത്തിന് എന്റെ വക ഒരു പൂവിട്ട് കൊടുക്കും. ഞാൻ ടൈപ്പ് ചെയ്യാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കണം. എന്റെ വക ബഹുമാനപ്പെട്ട ഹംസ മൂഴിക്കൽ, ആ പൂവ് എന്റെ വകയാണ്. അത് എന്താണ് ആ കുട്ടിയുടെ പേര്? മുടിക്കുട്ടി. എന്താണ് ആ മുടിക്കുട്ടി? ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ, ആ കുട്ടിക്കാണത്. ഏതായാലും ഒരടിക്കട്ടെ. ഇപ്പൊ എത്ര ക്ലാസ് റൂമാ ഇന്നിപ്പോ? ഞാൻ പിന്നെ മീഡിയ സിറ്റി എന്താണ് പുതിയത്, എത്ര അത് ഔദ്യോഗികമായിട്ട്. എന്തൊരു കഷ്ടം അല്ലേ. അത് ഔദ്യോഗികമാണ്. അപ്പൊ എത്ര ഇതുവരെ ഈ ദിവസം വരെ ഉള്ള ഇതൊക്കെ എന്തായിരുന്നു? മീഡിയ മിഷൻ. മീഡിയ മിഷൻ സത്യത്തിൽ അത് മീഡിയ വണ്ണിന്റെ എങ്കിലുമൊക്കെ എന്തേലുമൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയും ഉദ്ദേശം. മീഡിയ വണ്ണിന്റെ ഉദ്ദേശമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോൾ തിരിയും. ഏതായാലും പേരങ്ങനെ തെരഞ്ഞെടുക്കട്ടെ അല്ലേ, പേരങ്ങനെയൊക്കെ തെരഞ്ഞെടുക്കട്ടെ. ഭയങ്കര സുന്നത്യമായത്താണല്ലോ, എല്ലായിടത്തും സുന്നിയാണല്ലോ അല്ലേ. ഭയങ്കര സുന്നി ക്ലാസ് റൂമാണ് മീഡിയ മിഷൻ എന്ന് പറഞ്ഞാൽ. സുന്നത്യമായത്തുന്നതിന്റെ അർത്ഥം മീഡിയ മിഷൻ എന്ന് പറഞ്ഞാൽ സുന്നത്യമായത്തുന്നാണ് എന്റെ അർത്ഥം. എന്നല്ല പേര്. എന്തൊരു കഷ്ടാണ്. നിങ്ങൾക്ക് എവിടെ സുന്നത്യമായത്ത്? ഒറ്റ സെക്കൻഡ്, ഞാനൊരു ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ വിളിക്കേണ്ട. ഒരു സെക്കൻഡ്. ഹലോ, السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഒരു മൈക്ക് എടുക്കുന്ന കണ്ടില്ല, അപ്പൊ ഞാൻ എടുത്താണ്. ബഹുമാനപ്പെട്ട സുന്നീസം ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തും. ഒരുപാട് നാളായി ബഹുമാനപ്പെട്ട സുന്നീസത്തിന് ക്ലാസ്സിൽ കിട്ടിയിട്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് നല്ലൊരു ലൈവ് മുഖാമുഖം ചർച്ചകളൊക്കെ കഴിഞ്ഞ സമയത്ത് ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സുന്നീസൻ ഉസ്താദ് സാഹിബ് എത്തിയിട്ടുണ്ട്.
പരമാവധി ക്ലാസ് റൂമിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല നല്ല ചർച്ചകൾക്കൊക്കെ വേണ്ടിയിട്ട് പരമാവധി ആളുകൾ, വല്ല ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആളുകൾ ടെസ്റ്റ് അടിക്കാതെ നേരിട്ട് ക്ലാസ് റൂമിൽ വന്നിട്ട് മൈക്കെടുത്ത് ചോദിക്കാനുള്ള ഒരു അവസരമുണ്ട്. മാഷാ അല്ലാഹ് എത്തിയിട്ടുണ്ട്. മൈക്ക് റിലീസ്. അപ്പോ അൽഹംദുലില്ലാഹ് നല്ലൊരു സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളോട് സംസാരിക്കാനും കഴിയും. അൽഹംദുലില്ലാഹ്. എന്തായാലും നമ്മളെ തങ്ങന്മാരെയൊക്കെ ഒരു വിനയം, അതൊക്കെയാണല്ലോ അല്ലേ അഹ്ലു ബൈത്തിന്റെ റസൂലുള്ളാഹിന്റെ വിനയം. ഖുറൈശി തറവാട്ടിൽ ജനിച്ചിട്ടും കേളികേട്ട തറവാട്ടിൽ ജനിച്ചിട്ടും അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയം കൈമുതലാക്കിയ പാണക്കാട് കുടുംബം. ഒരു ഫോണ് നമുക്ക് പോലും ചെയ്യുമ്പോൾ തിരക്കിലാന്ന് ചോദിക്കുക. നിങ്ങൾ തിരക്കില നമ്മോട് ചോദിക്കായിരിക്കും. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് കൂടുതൽ കൂടുതൽ അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. എത്രമാത്രം ഒരു വിനയാന്വിതരാണ് അവര്. അങ്ങനത്തെ ഒരു കുടുംബത്തെ വേറെ നമുക്ക് കാണാൻ വേറെ കഴിയുമോ? സാധാരണ ഒരാളെ അബ്ബാസ് അലി ശിഹാബ് തങ്ങളൊക്കെ ആരെങ്കിലും ചെല്ലുമ്പോൾ, വീട്ടിൽ ചെല്ലുമ്പോൾ, ആരെങ്കിലും കാണാൻ ചെല്ലുമ്പോൾ മഹാനവറുകളാണ് എണീറ്റുക്കും. ഒരു സദസ്സിലേക്ക് ഒരാളാണ് കയറി ചെന്നാൽ ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ എണീറ്റ് നിൽക്കും. എത്രമാത്രം വിനയം എന്ന് പറഞ്ഞാൽ വിനയത്തിന്റെ ആരൂപം എന്ന് പറയാം. ഭയങ്കര സംഭവമാണ്. അല്ലാഹു അങ്ങനത്തെ ഒരു കുടുംബം എത്ര ഉന്നതമായ ഒരു തറവാട്ടിലെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒന്നടങ്കം, മാത്രമല്ല മറ്റു ജനങ്ങൾ, മറ്റു മതവിശ്വാസികൾ പോലും ശരിക്ക് ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുടുംബം. കേരളത്തിലെ രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കാൻ പോലും, കേരളത്തിന്റെ ഭരണസിരാകേന്ദ്രങ്ങളെപ്പോലും ചലിപ്പിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ കഴിയുന്ന ഒരു കുടുംബമായിട്ട് പോലും ഏത് ആളുകൾ ചെല്ലുമ്പോഴും വിനയത്തോടുകൂടി അല്ലാതെ അവിടെ ആ കുടുംബത്തിൽ നിന്ന് ആരും പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും അൽഹംദുലില്ലാഹ് വല്ലാത്ത ഒരു സന്തോഷം നിറഞ്ഞ കുടുംബമാണ് നമുക്ക്. വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ, വല്ലാത്ത ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സന്തോഷമുള്ള ഒരു നേതൃത്വമാണ് നമുക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേതൃത്വത്തിന്റെ കീഴിൽ നമ്മളെയൊക്കെ ജീവിപ്പിക്കുമാറാവട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അവരോടൊക്കെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഉള്ള തൗഫീഖിനെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഒച്ച കമ്മിയുണ്ടോ? ഒച്ച ഞാൻ കൊടുക്കുന്നു. സൗണ്ട് കമ്മിയാ? ഈ കൂട്ടിയാലും കൊടുങ്ങും, കൂട്ടിയില്ലെങ്കിലും കൊടുങ്ങുന്നില്ല കണ്ടീഷനില്ല. ഓക്കെ, അത് നല്ല പറഞ്ഞപ്പോഴാണ്. നല്ല പറഞ്ഞ ശബ്ദം കുറച്ച് കമ്മിയാണ്ട് ഇതില് അല്ലേ? കൂടുതലാണ്. ചെറിയ കുടുങ്ങിയല്ലോ. ഏതായാലും ഇത് വർക്ക് ചെയ്യണില്ലേ സംഭവം? ഉണ്ടോ? ഇതൊരു സംഭവം പ്രശ്നമുണ്ടെന്നതിന് വിട്ടുകൊടുക്കണം. എന്തോരം കണ്ടോണല്ലേ? ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിന്നെ അപ്പൊ ചർച്ചക്കുള്ള ആളുകളുണ്ടെങ്കിലേ റൈസ് ഹാൻഡ് ചെയ്ത് മുകളിൽ വരണം. ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്ത് മുകളിൽ വരണം. ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ടെസ്റ്റ് അടിച്ച് പോവുകയല്ലാതെ ചർച്ചക്ക് അവരാരും തയ്യാറാകാറില്ല. നമ്മളെ ക്ലാസ് റൂമിൽ ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് എത്തിയിട്ടുണ്ട്. എത്ര കാലായി നല്ലൊരു ഇരയെ നമുക്ക് കിട്ടിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. നിങ്ങൾ ഒരാൾ ചോദ്യം ചോദിക്കാൻ, ഞാൻ സത്യത്തിൽ ഇപ്പൊ ക്ലാസ് റൂമിൽ വരാത്തതിന്റെ പിന്നിൽ തന്നെ കഥ ഏതാ. ഞാനും ബഹുമാനപ്പെട്ട നമ്മളെ ഇസ്തിഖാമ എന്ന ഐഡിയകളിൽ ഇസ്തിഖാമ എന്നുള്ള ബഹുമാനപ്പെട്ട മിസ്ബാഹ് വാഫി, ഞങ്ങളൊക്കെ നൂറുദ്ദീൻ തങ്ങളെ നിക്കാഹ് കഴിഞ്ഞ് പോരുമ്പോൾ ഞങ്ങൾ ചെയ്തിരുന്ന ചർച്ച അതാണ്. സത്യത്തില് ഒരു നല്ല പിന്നെ ചോദ്യത്തിന്റെ ആളുകൾ ഇപ്പൊ ക്ലാസ് റൂമിൽ വരാതെയായി അല്ലേ? സത്യത്തിൽ നമ്മൾ ARCKP ഒക്കെ പാടെ കൂടിയ ആളുകളെ വരുത്താതെയായി. കാരണം വന്നാൽ പിന്നെ അവരൊന്ന് ശരിക്ക് തിരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടിപ്പോ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത്ര കാത്ത് എന്നിട്ട് ഒരു മനുഷ്യൻ വരാത്ത, നമ്മളെ മറ്റുള്ള ക്ലാസ് റൂമുകളിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട്.
നമ്മളെ ക്ലാസ് റൂമിലേക്ക് ചോദ്യം ചോദിക്കാൻ ഒരാള് വന്നിട്ട് എത്ര കാലായി? കാമിലിയുടെ മീമൊക്കെ പോയി ഒരു മുഴുവൻ കാലിയായി. ഒരു കാമിലിയും നമ്മളെ ക്ലാസ് റൂമിൽ വന്ന ശേഷം മീമോട് കൂടി തിരിച്ചു പോയിട്ടില്ല, ഒക്കെ കാലിയായിട്ടാണ് പോയത്. ഇപ്പൊ കാമിലികളൊന്നും ഇല്ലേ? പോലെയൊക്കെ പ്രവർത്തനം നിന്നോ? ഇപ്പൊ ആരുള്ളത്? ഒരൊറ്റ കുട്ടി മുടിയുമായി വന്നവൻ അല്ലേ, മുടിയാലെ എന്ന് പറഞ്ഞ പോലെ ഒരു മുടിക്കുട്ടിനി ഇപ്പൊ കാണാനില്ല, ഒരു ചർച്ചക്കോലില്ല, ഓലിങ്ങനെ പോവുക. ഇപ്പൊ ഇവിടെ വഹാബിന്റെ ഒരു പ്രസംഗം കേട്ടു. എന്താണ് കൂട്ടരെ നിങ്ങൾ പറയുന്നത്? മുഅ്ജിസത്ത് മുറിഞ്ഞിട്ടില്ല എന്നോ? ഖുർആനല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല, ഖുർആനല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല, വേറൊരു മുഅ്ജിസത്തുണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇയാൾ ചോദിക്കണേ. സത്യത്തിൽ അള്ളാഹു അയാളെ പേടിക്കൊരൊറ്റ ദീർഘത്തിന്റെ കമ്മിയുള്ളതല്ലേ. ഞാൻ അയാളെ പ്രസംഗം കേട്ടപ്പോ കരുതി, പടച്ചോനെ ഒരു ദീർഘം അത് മാത്രമാണ് ഇയാളിൽ കമ്മി, ബാക്കിയൊക്കെ ശരിയാണല്ലോ. ആ പ്രസംഗങ്ങളൊന്നും ശ്രദ്ധിക്കണം. അയാളെ പ്രസംഗം കേട്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഒരു ദീർഘത്തിന്റെ കമ്മി മാത്രം. എന്തൊരു കഷ്ടാണ് അയാളെ പ്രസംഗം. അവരെന്നെ എഴുതിയ പുസ്തകങ്ങൾ ഒന്നൊരാവർത്തി വായിക്കണ്ടേ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എഴുതിയ പുസ്തകം, ഈ മറ്റേ കറുത്തിരുന്നിട്ടൊരു വലിയ മഞ്ഞുണ്ടല്ലോ, എന്താണ് അയാൾ പേര്? മാളിയേക്കൽ സുലൈമാൻ സഖാഫി, അയാൾ എഴുതിയ പുസ്തകമുണ്ട് സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകം. 1999 ഈ പുസ്തകം ഇവര് ഇറക്കിയിരിക്കുന്നത്. അത് പിന്നെ 2003 2003 സെപ്റ്റംബറിൽ വീണ്ടും 2005 ഇവരിറക്കിയിട്ടുണ്ട്. റിസാലയാണ് അതിന്റെ ടൈപ്പ് സെറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. 50 രൂപയാണ് ആ പുസ്തകത്തിന്റെ വില. ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ ആണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. അതിന്റെ പ്രസാധകരവരാ. ഇതില് അവതാരിക എഴുതിയിരിക്കുന്നത് സെക്രട്ടറി സമസ്തവേള ജമിയത്തുൽ ഉലമ എന്ന് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ചെമ്മാട്ട് നിന്ന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ് ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തില് വളരെ വ്യക്തമായി ഇവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട്. ഈ അവതാരികൊക്കെ എഴുതിയിട്ട് ഇയാൾ അവതാരികാണോ? ഇസ്ലാമിന്റെ തൽസ്വരൂപമാണ് സുന്നത്ത് ജമാഅത്ത്. മനുഷ്യന് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ജീവിത വ്യവസ്ഥയാണത്. സുന്നത്ത് ജമാഅത്ത് എന്ന പേരുള്ള ഈ രചന പക്ഷേ ഇസ്ലാമിക വ്യവസ്ഥയുടെ പൂർണ്ണമായ അവതരണമല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയപ്രതിയോഗികളുടെ തെറ്റിദ്ധരിപ്പിക്കലിലേക്ക് വിധേയമായ ഏതാനും വിഷയങ്ങളുടെ പ്രാമാണിക സമർത്ഥനമാണ് ഗ്രന്ഥകാരൻ നിർവഹിച്ചിരിക്കുന്നത്. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന പ്രതിയോഗിയുടെ ചോദ്യത്തിന് തന്റെ അടുത്തോടെ ഉത്തരം പറയാൻ ഈ പുസ്തകം വായനക്കാരെ പ്രാപ്തരാക്കുന്നു. വായിച്ച് ആസ്വദിക്കുന്നതിന് പകരം വായിച്ചു പഠിക്കുക. ആദർശ വഴികൾക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കാനുള്ള കരുത്താർജിക്കുക. ഇസ്ലാമിക ആശയരംഗത്ത് ഈ ഗ്രന്ഥം അമൂല്യമായ സംഭാവനകൾ അർപ്പിക്കുന്നെന്ന് പ്രത്യാശിക്കുന്നു. ഈ ശ്രമം ഫലം കാണട്ടെ എന്ന് ആശംസിക്കുന്നു. സത്യത്തിൽ ഇതിന്റെ ഫലം നമുക്കാ കിട്ടിയത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ ശ്രമത്തിന്റെ ഫലം കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇതേ പുസ്തകത്തില് സുന്നത്ത് ജമാഅത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അയാൾ മാളിയേക്കൽ പറയുന്ന ഭാഗമുണ്ട്, സുലൈമാൻ സഖാഫി പറയുന്ന ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതേ പുസ്തകത്തിന്റെ 32ാമത്തെ പേജിൽ ഇവർ പറയുന്നുണ്ട്. അതിലെ 31ാമത്തെ പേജില് ഇസ്തിഗാസയുടെ വിഷയം. സഹായാർത്ഥന എന്നത് ഇസ്തിഗാസയുടെ ഭാഷാർത്ഥം. അള്ളാഹു നൽകുന്ന അമാനുഷിക സിദ്ധികൾ കൊണ്ട് അമ്പിയാക്കളും ഔലിയാക്കളും സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ഇതുകൊണ്ട് ഉദ്ദേശം. ഇപ്രകാരം നടത്തുന്ന സഹായാർത്ഥന ശിർക്കിന്റെ പരിധിയിൽ വരില്ലെന്നും മുൻ അധ്യായങ്ങളിലെ വിശദീകരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നതാണ്. കാരണം ഇസ്തിഗാസ ചെയ്യുന്ന മുസ്ലിം അള്ളാഹുവിന്റെ സത്തയിലോ ഗുണത്തിലോ സ്വയം പര്യാപ്തതയുണ്ടെന്ന വിശ്വാസത്തോട് മറ്റൊരു ശക്തിയെ പങ്കാളിയാക്കുന്നില്ല. നമുക്ക് ഇസ്തിഗാസയെ സംബന്ധിച്ച പൂർവ്വകാല പണ്ഡിതന്മാരുടെ നിലപാട് ആദ്യം പരിശോധിക്കാം. 700 പരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇമാം സുബ്കി എഴുതുന്നു, നീ അറിയുക, തീർച്ചയായിട്ടും തവസ്സുലും ഇസ്തിഗാസയും അനുവദനീയവും പുണ്യകർമ്മവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് ശുപാർശ തേടലും അനുവദനീയവും പുണ്യകരവും തന്നെയാണ്. ഇത് ഇസ്ലാമിക വിശ്വാസികളായ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നബിമാരുടെയും മുർസലുകളുടെയും അവരുടെ സച്ചരിതരായ പിൻഗാമികളുടെയും പണ്ഡിതന്മാരുടെയും മറ്റെല്ലാ മുസ്ലിങ്ങളുടെയും ചരിത്രത്തിൽ നിന്ന് വ്യക്തമായ കാര്യമാണിത്. ഒരു വിഭാഗവും ഇത് നിഷേധിക്കുന്നില്ല. ഇബ്നു തൈമിയ്യയുടെ കാലം വരെ ആരും ഇത് നിഷേധിച്ച് കേട്ടിട്ടില്ല. ദുർബല വിശ്വാസികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ചിലരെല്ലാം ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇലം അന്ന യജൂസു വയഹ്സുൽ തവസ്സുൽ വൽ ഇസ്തിഗാസത്തു
വതശഫഉ ബിന്നബി ഇലാ റബ്ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റബ്ബിഹി എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 500 കൊല്ലം മുമ്പ് ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതൻ ഇമാം റംലി റളിയല്ലാഹു അൻഹു എഴുതുന്നു, അംബിയാ മുർസലീങ്ങൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, സാലിഹീങ്ങൾ എന്നിവരോട് സഹായാർത്ഥന നടത്തൽ അനുവദനീയമാകുന്നു. മരണശേഷവും സഹായിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. കാരണം അംബിയാക്കളുടെ മോചിതത്വം ഔലിയാക്കളുടെ കറാമത്തും അവരുടെ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല. അംബിയാക്കൾ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നവരും അവർ നിസ്കരിക്കുകയും ഹജ്ജ് ചെയ്യുകയും ചെയ്യുന്നുവെന്ന് ഹദീസുകളിൽ പറഞ്ഞിരിക്കുന്നു. ഇത് വളരെ വ്യക്തമായിട്ട് വിരോധിക്കാണ്, വളരെ വ്യക്തമായിട്ട്. ഫഅജാബ അന്നൽ ഇഖ്തിയാസത ബിൽ അംബിയാ വൽ മുർസലീന വൽ ഔലിയാ വൽ ഉലമാ വസ്സാലിഹീന ജായിസത്തുൻ വൽറുസുലി വൽ അംബിയാ വൽ ഔലിയാ വസ്സാലിഹീന ഇയാസത്തുൻ ബഅദ മൗതിഹിം ലിഅന്നൽ മുഅ്ജിസത്തുൽ അംബിയാ വകറാമത്തുൽ ഔലിയാ ലാ തൻഖതി ബിമൗതിഹിം എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇമാം റംലി തങ്ങളുടെ ഇബാറത്തുകൾ കൊടുത്ത് വളരെ സവിസ്തരം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മുഅ്ജിസത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും അവർ സഹായിക്കുമെന്ന ഉദ്ദേശത്തോടുകൂടി അവരോട് ചോദിക്കാനാണ് പറയുന്നത്. മുറിഞ്ഞു പോയാൽ പിന്നെ എങ്ങനെ ചോദിക്കുക? എന്നിട്ട് വഹാബ് സക്കാഫി അടക്കമുള്ള ആളുകൾ ഇപ്പൊ പ്രസംഗിച്ച് നടക്കുന്നത് എന്താ? അങ്ങനെ ഉണ്ടത്രേ, മുഅ്ജിസത്തും കറാമത്തും മുറിഞ്ഞിട്ടില്ലത്രേ. നമ്മൾ പറയാണ്, നമ്മൾ പറയാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതായാലും അവരെ കൊണ്ട്, അവരെ നാവ് കൊണ്ട് നമ്മളങ്ങനെ പറയുന്ന ആൾക്കാരാക്കിയല്ലോ അല്ലേ? എന്നാലോചിച്ച് നോക്കാൻ നിങ്ങൾ. അത് നമ്മൾ പറയാണ് എന്ന് അവർ പറഞ്ഞല്ലോ, ഇത്ര വലിയ സന്തോഷമുള്ള കാര്യമാണത്. അല്ലേ? നമ്മൾ പറയുകയാണ് എന്ന് അവർ നമ്മളെക്കുറിച്ച് പറയുന്നു. അതന്നെയല്ലേ നമുക്ക് ഏറ്റവും സന്തോഷം. നമ്മളങ്ങനെ പറയണില്ല എന്ന് ഒരു പറയുന്ന ആൾക്കാരായിരുന്നു ഇത്ര കാലം. ഇത്രയും കാലം നമ്മളെക്കുറിച്ച് പറയുന്ന സുന്നത്ത് ജമാഅത്തെ നമുക്ക് ഇല്ലാന്നായിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം നമുക്ക് ശരിക്കില്ല, നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളല്ല എന്നായിരുന്നു. ഇന്ന് അവരുടെ നാവ് കൊണ്ട് പറയുന്നു മുഅ്ജിസത്തും കറാമത്തും മുറിഞ്ഞു പോയിട്ടില്ല എന്ന ഇമാം റംലി തങ്ങളുടെ വിശ്വാസം, ബഹുമാനപ്പെട്ട ഇമാം സുബ്കി തങ്ങളുടെ വിശ്വാസം, ഇമാം നബവി തങ്ങളുടെ വിശ്വാസം, ഇമാം ഇബ്നു ഹജർ ലൈതമി തങ്ങളുടെ വിശ്വാസം, ഇമാം ഷാഫി തങ്ങളുടെ വിശ്വാസം, ഇമാം ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് കുതുബുൽ അഖ്താബ് ഷെയ്ഖ് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ വിശ്വാസം, ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങളുടെ വിശ്വാസം, ബഹുമാനപ്പെട്ട സുൽത്താനെ ഹിന്ദ് ഹാജ തങ്ങളുടെ വിശ്വാസം, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം അനഫി തങ്ങളുടെ വിശ്വാസം, ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങളുടെ വിശ്വാസം, സഹാബത്തുൽ കിറാമിന്റെ വിശ്വാസം, അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം, ഇതൊക്കെ ഇവിടുത്തെ സമസ്തക്കാർക്കാണ്. ഈ ചേളാരിക്കാർക്ക് ഈ വിശ്വാസമാണെന്നാ പറയണത്. വല്ലാത്തൊരു ചേളാരിയാണ് നമ്മളല്ലേ. അൽഹംദുലില്ലാ, ഈ ചേളാരി എന്ന് അവർ ആക്ഷേപിക്കുന്ന ചേളാരിയിൽ സമസ്താലയമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിളർപ്പിന് മുമ്പും അവർ പിരിഞ്ഞു പോകുന്നതിനു മുമ്പും ചേളാരിയിലെ തന്നെയായിരുന്നു സമസ്താലയം ഉണ്ടായിരുന്നത്. ആ സമസ്താലയം തറവാട്ടുകാരായ, നമ്മൾ തറവാട്ടുകാരാണെങ്ങൾ എന്ന് പറയുന്നത്, ആ തറവാട്ടുകാരായ ചേളാരിയിലും അതുപോലെ തന്നെ കോഴിക്കോടുമൊക്കെ ആസ്ഥാനങ്ങളുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ നിൽക്കാനുള്ള തൗഫീക്ക് നമുക്ക്. നമ്മളെക്കുറിച്ചുള്ള ആരോപണതാണ്. നമ്മൾ ഇവരൊക്കെ വിശ്വാസക്കാരാണ്, നമ്മൾ പഴഞ്ചന്മാരാണ്, നമ്മൾ പൂർവികരുടെ വിശ്വാസം പിന്തുടരുന്നവരാണ്, അവരുടെ ആശയം ഉൾക്കൊള്ളുന്നവരാണ്. ഇതല്ലേ നമ്മളെക്കുറിച്ചുള്ള ആരോപണം. എന്നിട്ട് മൈക്ക് കെട്ടിപ്പറ, എന്നിട്ട് ഈ കുട്ടികൾ തെക്ബീറല്ല. എന്തിനാണ് ഈ കുട്ടികൾ തെക്ബീർ എല്ലുന്നത്? വഹാബ് സക്കാഫിയുടെ പ്രസംഗം കേട്ടിട്ട് തെക്ബീർ മുഴക്കുക. എന്താണ് പറയുന്നു എന്ന് ആലോചിക്കണ്ടേ? 2013 മുമ്പ് അല്ലെങ്കിൽ 2012 മുമ്പ് നിങ്ങൾ ഈ ഒരു ആശയം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. എത്രയോ തവണ, നിരവധി തവണ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരവസരത്തിൽ മുഅ്ജിസത്ത് മുറിഞ്ഞിട്ടുണ്ട്, കറാമത്ത് മരണത്തോടുകൂടി മുറിഞ്ഞു പോകും പിന്നെ എന്ന ആശയം നിങ്ങൾ പ്രചരിപ്പിച്ചത് എന്തെങ്കിലും ഒരു തെളിവ്, അത് എഴുത്തിലാവട്ടെ, അത് പ്രസംഗത്തിലാവട്ടെ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും സംഭാഷണങ്ങളിലാകട്ടെ, അത് കാണിച്ചു തരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതല്ല, അതിന് വിരുദ്ധമായി നിങ്ങളുടെ ലേഖനങ്ങളിൽ, നിങ്ങളുടെ പേജുകളിൽ, നിങ്ങളുടെ സ്റ്റേജുകളിൽ നിങ്ങൾ പറഞ്ഞതിന്റെ തെളിവുകൾ എത്രയോ കാണിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഏതെങ്കിലും ആണായി പിറന്ന ഏതെങ്കിലും SSF-കാരുണ്ടോ? എന്റെ ഈ ചോദ്യത്തിന് ഇത്ര വലിയ മറുപടി പറയാൻ ബുദ്ധിമുട്ട്? ഞാൻ ചോദിക്കുന്നത് മലയാളത്തിലല്ലേ?
ഈ മലയാളം മനസ്സിലാക്കാതെ കഴിവ് നിൽക്കില്ല. ഇനി ഹൈദരാബാദ് സാഹിബ് ചോദിക്കണം, ARCKP കണ്ണൂർക്കാരെങ്കിലും ഉണ്ടെങ്കിൽ, കാസർകോട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ARCKPനെ കൊണ്ട് ചോദിപ്പിക്കാം. ഇത് നാടൻ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ, മലപ്പുറം ഭാഷയിലല്ലേ നമ്മൾ ചോദിക്കുന്നത്. ഇത് ആണായി പിറന്ന ഏതെങ്കിലും SSFകാരനുണ്ടോ? 2013 അല്ലെങ്കിൽ 2012 ഈ മുടിക്കു മുമ്പോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, നിങ്ങളും ഞങ്ങളും അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഞങ്ങൾ അംഗീകരിക്കാത്ത നിങ്ങൾ മാത്രം അംഗീകരിക്കുന്നതായിക്കോട്ടെ, ഏതെങ്കിലും ഒരു പണ്ഡിതൻ 2013 മുമ്പ് അല്ലെങ്കിൽ 2012 മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രസ്താവന നടത്തിയത്, മുഅ്ജിസത്തും കറാമത്തും മരണത്തോടുകൂടി മുറിഞ്ഞു പോകുമെന്നൊരു പ്രസ്താവന നടത്തിയത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇഷാൻമായിയുടെ ക്ലിപ്പിൽ പറഞ്ഞതിനു മുമ്പ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇഷാൻമായി മുടി കൊണ്ടുവന്ന് അതിൽ നിന്ന് 7 എണ്ണം എടുത്തുകൊണ്ട് കത്തിച്ചു നോക്കിയപ്പോൾ കത്തി എന്ന് പറഞ്ഞപ്പോ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അടവ് മാറ്റിയതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ഒരാൾ പറഞ്ഞതിന് തെളിവ് നിങ്ങൾ പറയാൻ പറ്റുമോ? ഈ ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി ഇല്ലാത്തോ? ഏതെങ്കിലും ഒരാളൊന്ന് മറുപടി പറയാൻ തയ്യാറായി? ഒരൊറ്റപ്പിന് ആരും ഇപ്പൊ നമ്മളെ ക്ലാസ് റൂമിലേക്ക് വല്ലില്ലേ? എപ്പിക്കാര് 3-4 റൂം ഉണ്ടാക്കിയിട്ട് ഓലെങ്ങനെ കെട്ടിയിട്ടിക്കുക, ഔദ്യോഗികം അനൗദ്യോഗികം ഔദ്യോഗികം അത്ര ഒന്ന്. അപ്പൊ ബാക്കി രണ്ടോ ഒരാ മീഡിയ സിറ്റിയുടെ മറ്റേ ഇതിലുണ്ടായിരുന്നു, മറ്റേ അവരെ ഒരു പ്ലേ ഗ്രൂപ്പിലെ നമ്മളെ ഈ പ്ലേ സ്റ്റോറിൽ അതിലെഴുതിക്കുക ഒരാള്, ഇതേതായാലും വിജയിക്കും കാരണം ഇത് ഔദ്യോഗികമാണ്. അപ്പൊ അനൗദ്യോഗികത്തിലെ ആള് കൂടുതൽ അല്ല. ഇപ്പൊ തുറന്നു നോക്കുകയാണെങ്കിൽ അത് അനൗദ്യോഗിക ആളുകളായത് കൂടുതൽ. എന്തൊരു വിഡിത്തരാണ് ഈ പറയണത്? ഈ ആൾക്കാരൊക്കെ എത്ര ദിവസം പ്രസംഗിച്ചത് അനൗദ്യോഗികമായിട്ടാ? ഇത്രയും കാലത്തിൽ പ്രസംഗിച്ചിരുന്നതൊക്കെ അനൗദ്യോഗികമായിട്ടാ? ഇത്രയും കാലത്തിൽ ലൈവുകൾ പുറത്തുവിട്ടിയത് അനൗദ്യോഗികത്തിലാ? ഇപ്പൊ ഔദ്യോഗിക ഗ്രൂപ്പ് അത്രേ. മറ്റോലോ എന്റെ കുട്ടികളെ, നിങ്ങൾക്ക് ഈ മലബാർ കലോത്സവം സുന്നി ഗ്ലോബിലൊക്കെ അടച്ചു കാണ്ട് നിങ്ങൾക്ക് വേറെന്തെങ്കിലും വല്ല മുടി പഠിച്ചാൻ പോയിക്കൂടെ? ഈ ഏർപ്പാട് നിർത്തിക്കൂടെ? നിങ്ങളെയാണല്ലോ പറയണത് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റുകളാണ്. ഇവരെ പ്രസംഗമൊക്കെ പുറത്തുവിട്ട് ഇവർക്ക് വേണ്ടി അധ്വാനിച്ചടങ്ങേറായി സിന്ദാബാദ് വിളിച്ചിട്ട് ഇപ്പൊ നിങ്ങളെ കുറിച്ച് പറയണ നിങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് റൂമുകളാണ്. ഒറിജിനൽ റൂം ഇപ്പൊ വന്നതാണ്. ഇത് കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഏർപ്പാട് നിർത്തിക്കൂടെ? ഇത്ര കാലം എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അല്ലേ? ഇപ്പൊ നിങ്ങളെ കുറിച്ച് വരാ അവരെ ക്ലാസ് റൂമുകൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയ ആൾക്കാരാണ് നിങ്ങൾ. ഇത് പറയുമ്പോൾ നാണോ മാനോ അഭിമാനവും എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ, അതുള്ള ആളുകൾ കുളിച്ച കുളത്തിലെങ്കിലും കുളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏർപ്പാട് നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ഇബലെ ഈ വേണ്ടാത്തതും വേണ്ടതും ഇങ്ങനെ പുറത്തുവിടുക, അതിനുവേണ്ടി വാദിക്കുക, കേൾവിക്കാരനും കാഴ്ചക്കാരനും കേൾവിയില്ലാത്തവനും കാഴ്ച. എവിടെ ഇപ്പൊ മറ്റേ ചങ്ങായിയൊക്കെ പയ്യോൾ എക്സ്പ്രസ് ഒക്കെ ഇപ്പൊ വരലില്ലേ? ആ സാധനം ഒന്നും ഇപ്പൊ ഇല്ലേ? ഉണ്ടോ? ഹയാത്തിലുണ്ടോ? അല്ലാഹു ആലം. എന്തേന്നൊരു വരവ് അല്ലേ? എന്തേന്നൊരു സംസാരം. പടച്ച റബ്ബേ, ജീവിക്കാൻ വേണ്ടി ഓരോരുത്തർ ഓരോ ഏർപ്പാടുകൾ ചെയ്യുന്നത്. എന്തൊക്കെ അയാൾ പറഞ്ഞത്? എന്ത് പറഞ്ഞാലും ന്യായീകരിക്കുക. ആദ്യം ഒരു പറ അങ്ങനെ പറഞ്ഞിട്ടില്ല, പൊന്മ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടേയില്ല, അങ്ങനെ പറയുകയില്ല എന്ന് പറയും. അപ്പൊ പറഞ്ഞ തെളിവാണ് കേൾക്കുമ്പോൾ പറയും അങ്ങനെ പൊന്മള ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ശരിയെന്ന് അറിയും. എന്നാ പിന്നെ ആദ്യം തന്നെ പറഞ്ഞൂടെ? അങ്ങനെ പൊന്മള ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിൽക്കണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിൽക്കണോ? പറഞ്ഞ് കുടുങ്ങണ സമയത്തല്ലേ ഇവര് പറയണത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. എന്തൊരു കഷ്ടാണത്. നമ്മൾ പറയോ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ പ്രസ്താവന നമ്മൾ ഏതെങ്കിലും ഉസ്താദുമാരുടെ ഭാഗത്തു നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഉണ്ടായ നമ്മൾ പറയോ അങ്ങനെ പറഞ്ഞു കുണി അതാണ് ശരി? നമ്മൾ ആരെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാൻ നിൽക്കുവോ? ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കുണി അവനെ പിടിച്ച് പുറത്ത് കണ്ടിടുന്നല്ലാതെ എത്ര വലിയവനാണെങ്കിലും. ജോയിന്റ് സെക്രട്ടറി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റുമാരെയും ജോയിന്റ് സെക്രട്ടറിമാരെയും ഒന്നും പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയാൻ ഒരു സങ്കോചം നമ്മൾ കാണിച്ചിട്ടില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശയവും ആദർശമാണ് വലുത് അല്ലേ? എത്ര ഉന്നതനാണെങ്കിലും പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് വരെ ഒരു സങ്കോചം കാണിച്ചിട്ടില്ല. SYSന്റെ സ്റ്റേറ്റ് പ്രസിഡന്റിനെ നമ്മൾ പിടിച്ച് പിന്നെ നേതാവായിരുന്ന എന്താണ് മൂപ്പര് പേര്? അസംകുട്ടിയോ എന്താണ് നമ്മളെ
മറ്റേ നൂർഷാ തരീക്കത്തിൽ പോയ ആള് അല്ലേ? നമ്മൾ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയില്ലേ? എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കി. SYS എന്ന് പറഞ്ഞാൽ മുഴുവൻ അദ്ദേഹമായിരുന്നു ഒരു കാലത്ത്. അങ്ങനെ എത്ര ആൾക്കാര് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആശയത്തിനും ആദർശത്തിനും പുറത്ത് നിൽക്കുകയാണെങ്കിൽ പുറത്ത് പറഞ്ഞ പിന്നെ സെക്കൻഡ് നമ്മളിൽ നിർത്തൂല. അത് എത്ര വലിയ നേതാവാണെങ്കിലും. കുട്ടിയസനാജി അല്ലേ? കുട്ടിയസനാജി നൂർഷാ തരീക്കത്തിന്റെ അതെ കുട്ടിയസനാജി തന്നെ. നൂർഷാ തരീക്കത്ത് ഇവിടെ വന്ന് പ്രചരിപ്പിച്ച് അതിന്റെ ആളായി ഖലീഫയായി നിൽക്കുന്ന സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിലെ തെറ്റുകൾ സൂചിപ്പിച്ചപ്പോ അതിൽ നിന്ന് മാറാൻ തയ്യാറാവാതെ അത് തന്നെയാണ് ശരിയെന്ന് വിശദീകരിച്ച് നടന്നപ്പോ കുട്ടിയസനാജി എത്ര വലിയ സംഭാവന സുന്നത്തെ ജമാഅത്തിന് ചെയ്ത ആളാണ്, എത്ര വലിയ സംഭാവന നമ്മളെ സംഘടനാ രംഗത്ത് ചെയ്ത ആളാണ്, SYSന് വേണ്ടി എത്രത്തോളം മഹാരോത്രം പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. വളരെ വളരെ എല്ലാ നിലയിലും വളരെ വളരെ സേവനം ഈ പരിശുദ്ധ ദീനിന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി പ്രത്യേകിച്ച് SYSന് വേണ്ടി ചെയ്ത വലിയ നേതാവാണ്. നമ്മൾ നിർത്തിയോ? ഒഴിവാക്കിയില്ലേ? സകല സ്ഥാനങ്ങളിൽ നിന്നും കാന്തപുരത്തിന് നമ്മൾ പിടിച്ചു വലിച്ചെറിഞ്ഞില്ലേ? ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെ നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്താക്കിയില്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിനും ആദർശത്തിനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടുകൾക്കും എതിര് പ്രവർത്തിക്കുന്നവൻ എത്ര അത്യുന്നതനാണെങ്കിലും നമ്മൾ പിടിച്ച് പുറത്തു നിർത്തും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നത്തെ ജമാഅത്താണ് വലുത്. എന്താണ് ഇവർക്ക് അതിന് സാധിക്കാത്തത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെയും പേരുടെ അബ്ദുറഹ്മാൻ സഖാഫിയെയും ഒരു സുന്നി സംഘടനയുടെ വക്താവാക്കി നിർത്താൻ പറ്റുമോ? സുഹൃത്തുക്കളെ, ഒരു സുന്നി സംഘടനന്റെ ഓഫീസിലെ പ്യൂണാക്കുമോ നമ്മളാണെങ്കിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്തിന് മുമ്പും ആദ്യത്തെ ചങ്ങായി വഫാത്തിന് ശേഷം പ്രത്യേകതയൊന്നുമില്ല. അപ്പൊ ഇയാൾ ഓരോ പടിയും കൂടി മുന്നിൽ കടന്നിട്ട് പറഞ്ഞു വഫാത്തിന് മുമ്പ് തന്നെയല്ല പിന്നല്ല ശേഷം. പൊന്മള അബ്ദുൽ ഖാദർ വലിയ ഇങ്ങനെ വല്ലാതെ വയൽ പറഞ്ഞു വരികയാണ്. വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട പ്രത്യേകതയൊന്നുമില്ല, അതൊക്കെ വഫാത്തോടുകൂടി മുറിഞ്ഞു പോയിക്കൊള്ളും. ഇയാളപ്പോ ഒന്നും കൂടി വഹാബീസത്തിനോട് കൂറ് പുലർത്താൻ വേണ്ടി മൂപ്പര് പറഞ്ഞു വഫാത്തിന് മുമ്പ് തന്നെയല്ല അന്ന് തന്നെ നേലുണ്ടായിരുന്നു. എന്താ കഥ അല്ലേ? മറ്റേ ചങ്ങായിമാര് പറഞ്ഞ മാതിരി ഞാൻ നബിയാണ് കേട്ടോ ഒരാൾ ചാടിയാണല്ലേ, അപ്പൊ ഏട്ടൻ ചാടിയിട്ട് പറഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ നബിനെ തന്നെ പഠിച്ചിട്ടില്ല, അപ്പൊ ഇയാൾ അള്ളേനാണത്. അതുപോലെ ഇപ്പം ഒരു പടിയും കൂടി മുമ്പിൽക്ക് ഇയാൾ പൊന്മള പറഞ്ഞ വഫാത്തിന് ശേഷം മുറിയുന്ന മറ്റേ ചങ്ങായി ജനറൽ സെക്രട്ടറി പറയാം വഫാത്തിന് മുമ്പെന്നല്ല പ്രത്യേകത. അപ്പൊ ഈ രൂപത്തിൽ പന്നി വഹാബീസം പ്രചരിപ്പിക്കുന്ന ഈ ആളുകളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഓഫീസിലോ ഇസ്ലാമിക് സെന്ററിലോ സമസ്താലയത്തിലോ നമ്മളൊരു പ്യൂണാക്കുമോ? പറഞ്ഞാണ് ഇങ്ങനെ പ്രസ്താവിച്ച ഒരു ആളുകൾ രണ്ടാൾക്കാർ നമ്മളെ ഓഫീസിൽ പ്യൂണുണ്ട്, SKSFന്റെ ഓഫീസിൽ പ്യൂണുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഇസ്ലാമിക് സെന്ററിൽ എവിടെയെങ്കിലും പ്യൂണായിട്ട് ജോലിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുമോ? പ്യൂണായി നിൽക്കാൻ സമ്മതിക്കുമോ? ചായ കൊണ്ടുവരുന്ന ആൾക്കാരെ പോലും ഈ കാര്യത്തിൽ നമ്മളെ സമസ്താലയങ്ങളിലോ സുന്നത്ത് ജമാഅത്തിന്റെ ഓഫീസുകളിലോ ചായ കൊണ്ടുവരുന്ന പോലും ഈ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കൂല. ബാക്കിയല്ല പിന്നല്ലേ ബാക്കി ചായ കൊണ്ടുവരുന്ന ആൾക്കാരായിട്ടും കൂടി നമ്മൾ നിർത്തൂല, ഓഫീസ് ബോയ് ആയിട്ട് നമ്മൾ നിർത്തൂല, ഓഫീസ് സെക്രട്ടറി ആയിട്ട് നമ്മൾ സമ്മതിക്കൂല. ആ സമയത്താണ് ഇവരുടെ സമസ്ത ഇവരുടെ മുഷാവറുടെ 2 ജോയിന്റ് സെക്രട്ടറിമാരാ. കാന്തപുരത്തിന്റെ ഇടവും വരവും നിൽക്കുന്ന ആൾക്കാരവര്. SYS എന്ന് പറഞ്ഞ് ഇവര് ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് സുന്നി യുവജന സംഘത്തിന്റെ പേരിലെ 2 പ്രസിഡന്റ് അവരുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയാണ് ഇവര്. എന്നിട്ട് ഈ സംഘടനയിൽ പ്രവർത്തിക്കുക എന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? നിൽക്ക് എന്തെങ്ങൾ ആ വിഷയ സംബന്ധമായിട്ടൊരു ചർച്ചകൾ നിങ്ങൾ തയ്യാറാവാത്തു? എന്തിന്റെ പേരിലാണ് നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുന്നത്? എന്താ ഒന്ന് ചിന്തിച്ചാല് ചങ്കൂറ്റുണ്ടോ? എന്തൊക്കെ പേര് ചോദിക്കല്? ആർജവമുണ്ടോ? നെഞ്ചുറപ്പുണ്ടോ? കരളുറപ്പുണ്ടോ? അല്ലേ? എന്തൊക്കെ ഉറപ്പാ ചോദിക്കല്? എല്ലാ മസിൽ പവറും ടെസ്റ്റ് ചെയ്യലില്ലേ നിങ്ങളെ യോഗങ്ങളിൽ? വിളിച്ച് ആക്രോശിക്കലില്ലേ? ഇത് ശരിയല്ല എന്ന് പറയാൻ നാവിന് ഉറപ്പുണ്ട് നിങ്ങൾക്ക്? നാവിനൊരുറപ്പ്? എടാ ചെങ്ങായി ഇത് ശരിയല്ല, ഈ പ്രസ്താവന ശരിയല്ല, ഇത് നമ്മുടെ പൂർവികർക്കെതിരാണ്. 2013 വരെ നമ്മളെ ഒരു നേതാവും ഈ ഒരു വാക്ക് ഉന്നയിച്ചിട്ടില്ല. അല്ലെങ്കിൽ മുടിക്ക് മുമ്പ് കേരളത്തിൽ മുടി പൊളിയുന്നതിന് മുമ്പ് ഒരാളും കേരളത്തിൽ ഈ ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ടില്ല, ഒരു ലേഖനം എഴുതിയിട്ടില്ല, പിളർന്ന ശേഷം പോലും നമ്മൾ എഴുതിയിട്ടില്ല. ഇതൊന്ന് പറയാൻ ഏതെങ്കിലും ഒരു കുട്ടി ആ കൂട്ടത്തിലുണ്ടോ? ആണായി പറഞ്ഞോ? തിരുത്തിപ്പിക്കണ്ടേ ഏത് നേതാവാണെങ്കിലും?
എന്തെങ്കിലും ആശയപരമായ ഒരു വ്യത്യാസം കാണുമ്പോൾ നമ്മൾ മാറ്റി നിർത്തലല്ലേ? എത്ര വലിയവനാണെങ്കിലും തിരുത്തിയാലല്ലാതെ അകത്തേക്ക് നമ്മൾ പ്രവേശിപ്പിക്കാറുണ്ടോ? എത്ര വമ്പനാണെങ്കിലും ആശയപരമായി ആദർശപരമായി ചെറിയൊരു വ്യത്യാസം കണ്ടാൽ ഒരു സെക്കൻഡ് അദ്ദേഹത്തെ നമ്മൾ നിർത്തി മുന്നോട്ട് പോകുമോ? എന്താണത് ചിന്തിച്ചാൽ? ഇതിലിപ്പോ ഒരു സംഘടനാപരമായ ഒരു വൈരാഗ്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ സംഘടനാപരമായ താല്പര്യത്തിന്റെ പേരിലോ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കൊക്കെ അല്ലേ? നാളെ നമ്മൾ മരിച്ച് കബറിൽ കിടക്കുന്ന സമയത്ത് ഇവരാരെങ്കിലും നമ്മളെ കൂടെ ഉണ്ടാവുമോ? നാളെ മഹ്ശറിൽ ഇവരാരെങ്കിലും നമുക്ക് വേണ്ടി ഷഫായത്തിന് വരുമോ? നമ്മുടെ പൂർവിക പണ്ഡിതന്മാർ, മഹാന്മാർ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ഉഹ്റവിയായ പണ്ഡിതന്മാർ, മശായിഖന്മാർ, അംബിയാ മുർസലീങ്ങൾ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരൊക്കെയല്ലേ നമുക്കുണ്ടാകുക? അവരുടെയൊക്കെ മോചിതത്വം കറാമത്തും മരണശേഷം മുറിഞ്ഞുപോയി, മരണത്തോടുകൂടി മുറിഞ്ഞുപോയി എന്ന് വ്യാഖ്യാനിക്കുന്ന ഈ ആളുകളെ കൂടെ നിന്നാൽ ഇവരെ ഷഫായത്ത് നമുക്ക് കിട്ടുമോ? ഇനി നമുക്ക് ഷഫായത്ത് തരണ്ടേ? അവരൊന്നും ഷഫായത്ത് വേണ്ടേ? ഇവരൊന്നും ഷഫായത്ത് നമുക്ക് വേണ്ടേ? മരിച്ച ശേഷം ഒരാൾ മരണപ്പെട്ടു പോയാൽ പിന്നെ അവർക്ക് നമുക്ക് ഒരു സഹായം നൽകാനും അവരെ കൊണ്ട് സാധ്യമല്ല എന്ന ഈ ഒരു ബിദഈ വിശ്വാസവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു ചില്ലറ കാര്യമല്ലല്ലോ. കാരണം എവിടേക്കാണ് ഇത് വിഷയം എത്തിയിരിക്കുന്നത്? പേരാമ്പ്ര സംവാദത്തിൽ മുജാഹിദ് 18 അടവും നോക്കി, എല്ലാ 18 അടവും കുത്തിത്തിരിപ്പും പമ്പരം പാച്ചിലും ഒക്കെ കഴിഞ്ഞ ശേഷം പരാജയത്തിൽ നിന്ന് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണ മുജാഹിദ് അവസാനം എണീറ്റ് നിന്ന് നിക്കക്കള്ളിയില്ലാതെ അവരൊരു ഇബാറത്ത് പറഞ്ഞതാണത്. എന്ത്? കാല പൊന്മള ഫി കിതാബി ജിഷാനിൽ ക്ലിപ്പു. എന്താ പറഞ്ഞത്? ജിഷാന്റെ ക്ലിപ്പായ കിതാബിൽ ബഹുമാനപ്പെട്ട പൊന്മള പറഞ്ഞിരിക്കുന്നു, മൊയ്ദത്തും കറാമത്തും വഫാത്തോടുകൂടി മുറിഞ്ഞു പോകും. എന്തൊരു കഷ്ടങ്ങൾ ആലോചിച്ചോ കാണി അല്ലേ? എന്താ കഥ ഒന്ന് ആലോചിച്ചോ കാണി നിങ്ങള്. സുന്നത്ത് ജമാഅത്തിന്റെ അടിവേരറുക്കാൻ പൊന്മളയുടെ ഇബാറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഈ വിഭാഗത്തെ ഒഴിവാക്കി ഇവർ മറ്റൊരു സംഘടന ഉണ്ടാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ സുന്നത്ത് ജമാഅത്ത് കുഴിച്ചു മൂടൂലെ പേരാമ്പ്രയിൽ വെച്ചിട്ട് വഹാബികള്? പക്ഷേ ഇവരുടെ തീപ്പന്തങ്ങൾ വന്നിട്ട് പേടിക്കാത്ത നമുക്ക് മുമ്പിൽ ഒരു ഓലക്കൊടിക്കും നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മളവിടെ തെളിയിച്ചിട്ടാ പോന്നത് അല്ലേ? ഇവരെ തീപ്പന്തങ്ങളായിരുന്ന സക്കരിയാസരായിയെ പോലെയുള്ളവരെ തീപ്പന്തങ്ങൾക്ക് മുമ്പിൽ പതറാത്ത നമുക്ക് മുമ്പിലാ ഈ ഓലക്കൊടികൾ വന്നിട്ട് ഇതുപോലെയുള്ള ആശയങ്ങളുമായി വന്നത്. അവിടെ വെച്ചിട്ട് തന്നെ പൊളിച്ച് കയ്യിലടക്കി കൊടുത്തില്ലേ? ആണത്തത്തോടുകൂടി വളരെ ആർജവത്തോടുകൂടി നമുക്ക് അങ്ങനെ ഒരു പ്രഖ്യാപനം അവിടെ നടത്താൻ കഴിഞ്ഞത് എന്തുകൊണ്ടാ? അല്ലാഹു സുബ്ഹാനഹു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദത്ത് ഇപ്പോഴും മുറിഞ്ഞു പോയിട്ടില്ല എന്നതിന്റെ തെളിവ്. അവിടെ വെച്ച് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ തള്ളിപ്പറയാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു. കാരണം പൊന്മളയെ അതിനു മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് അള്ളാഹു മാറ്റിയിരുന്നു. അല്ലെങ്കിൽ നമ്മളിവിടെ കുഴങ്ങിയില്ലേ? ഈ വാക്ക് പറയുന്നതിന് മുമ്പ് മറ്റൊരു സംഘടനയുടെ നേതാക്കന്മാരും പ്രവർത്തകരുമായി അവർ മാറിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവരുടെ ഈ പ്രഖ്യാപനങ്ങൾക്കും അവരുടെ പിഴച്ചവാദങ്ങൾക്കും നമ്മൾ വലിയ വില നൽകേണ്ടി വരുമായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എത്ര ബർക്കത്തുള്ള ഒരു പ്രസ്ഥാനമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു തൗഫീഖ് നോക്കി നിങ്ങൾ. കാരണം അല്ലെങ്കിൽ ഈ പിഴച്ച ആളുകൾ ഈ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ സുന്നത്ത് ജമാഅത്തല്ലേ ഇല്ലാതെയാകുക? അതിനു മുമ്പേ അള്ളാഹു ഇവരെ പുറത്താക്കി. അതുകൊണ്ട് നമ്മൾ കഴിച്ചിലായി. അതുകൊണ്ട് നമുക്ക് വളരെ അന്തസ്സോടുകൂടി വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് അവിടെ പറയാൻ കഴിഞ്ഞു, ഇല്ല, മൗഇദത്തും കറാമത്തും മുറിഞ്ഞിട്ടില്ല, മൗഇദത്തും കറാമത്തും മുറിയുകയില്ല. അതുകൊണ്ട് തന്നെ മൗഇദത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും മരണശേഷവും അവർ സഹായിക്കുമെന്ന ഉദ്ദേശത്തോടുകൂടി അവരോട് സഹായം ചോദിക്കാം. ഇതാണ് പറഞ്ഞപ്പോ വഹാബി ഒന്നുകൂടി അരപ്പാകുക ചെയ്തത്. പൊന്മളയുടെ നാറിയവനെ പേറിയാൽ പേറിയവനും നാറും എന്നതിന്റെ തെളിവായി അവിടെ. ഓലക്കൊടി അല്ലെങ്കിൽ തന്നെ ആകെ വയന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം പൊന്മളനെ കൂട്ടുപിടിച്ചത്. അപ്പോൾ ഒന്നുകൂടി നാറേണ്ട ഗതികേടിലേക്ക് അയാൾ എത്തി എന്നല്ലാതെ മറ്റെന്ത് പറയാൻ? അവരെല്ലാ ദൃശ്യവും അദൃശ്യവും ഒക്കെ വിട്ടു.
അദൃശ്യമായ മാർഗത്തിലൂടെയും അഭൗതികമായ മാർഗത്തിലൂടെയും അസാധാരണ മാർഗത്തിലൂടെയും ഒക്കെ സഹായിച്ചതിന്റെ തെളിവുകൾ 1 by 1 ആയിക്കൊണ്ട് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമിയും മുസ്തഫ അഷ്റഫിയും ഗഫൂർ അൻവരി ഉസ്താദും ഒക്കെ വാരി വലിച്ചങ്ങ് പിന്നെ അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തപ്പോ അവരെ കണ്ണ് തള്ളി. അല്ലേ? എന്താ തെളിവുകള്? നബിയുടെ കുപ്പായം, റസൂലുള്ളാഹിന്റെ വിയർപ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് തുടങ്ങി ഓരോന്ന് ഡസൻ കണക്കിന് അദൃശ്യമായ മാർഗത്തിലൂടെയും അഭൗതികമായ മാർഗത്തിലൂടെയും ഒക്കെയുള്ള സഹായങ്ങൾ അങ്ങോട്ട് വാരി വിതറിയപ്പോ ബൽക്കീസ് രാജ്ഞിയുടെ പിന്നെ സിംഹാസനം തുടങ്ങിയ ചരിത്രങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിൽ നിന്നും പരിശുദ്ധമായ സഹീഹായ ഹദീസുകളിൽ നിന്നുമൊക്കെ വാരി വലിച്ചങ്ങ് കൊടുത്തപ്പോ കണ്ണ് തള്ളിയ വഹാബി 2 കണ്ണും മേലോട്ടുയർത്തി നട്ടം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിനൊരു പിടി കിട്ടിയതാണ് ഈ മുടിക്കാരനെ. ഒറ്റ വീസല. കാല പൊന്മള കാല ഇമാമുൽ പൊന്മളൈ. ഒരൊറ്റ ഇബാറത്താ, പുതിയൊരു ഇബാറത്ത്. ഈ കിതാബി ജിഷാനുൽ കിപ്പു. ഓ ഭയങ്കരം തന്നെ. അയിമ പിടിക്കാതെ കരുതിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരാജയപ്പെടുത്തിയില്ലേ ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് വളരെ വ്യക്തമായിട്ട് കാന്തപുരത്തിന്റെ ആളുകൾ മനസ്സിലാക്കണം. സംഘടനകളും ഞങ്ങളും രണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് SKSF എന്ന് പറയാൻ ചിലപ്പോൾ മടി ഉണ്ടാവാം. പ്രാദേശികമായി പല പ്രശ്നങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ചിലപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാൻ നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ പ്രയാസം ഉണ്ടായിട്ടുണ്ടാവാം. അല്ലേ? അതൊക്കെ ഉണ്ടാവാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പേരാമ്പ്ര സംവാദത്തിന്റെ CD ഒരു വേള കണ്ട്, ഒരു പ്രാവശ്യമെങ്കിലും പേരാമ്പ്ര സംവാദത്തിന്റെ CD കണ്ടിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തെ തകർക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മുഅ്ജിസത്തും കറാമത്തും മുറിഞ്ഞു പോയതുകൊണ്ട് ഇനി ഇസ്തിഗാസക്ക് അടിസ്ഥാനമില്ല എന്ന രൂപത്തിലുള്ള കായക്കൊടിയുടെ വിശദീകരണം ഒരു പ്രാവശ്യങ്ങൾ കേട്ടാൽ മതി. നിങ്ങളെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും. ചോദ്യക്കാർക്ക് ചോദിക്കാൻ അവസരം ഉണ്ടല്ലേ? കൈ ഉയർത്തി മുകളിലോട്ട് വരുന്ന എല്ലാ ചോദ്യക്കാർക്കും മൈക്ക് ഫ്രീ ആണ്. ഏത് സമയത്തും റൈസ് ഹാൻഡ് ചെയ്ത് മുകളിലേക്ക് വരാൻ തയ്യാറാകുന്ന ഏത് ചോദ്യക്കാർക്കും നമ്മുടെ ക്ലാസ് റൂമിൽ മൈക്ക് ഫ്രീ ആണ്. ഏത് സമയത്താണെങ്കിലും അവർക്ക് വരാം. അവരെങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കാം. ഇത് അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കി, പടച്ച റബ്ബേ, ഈ പേരാമ്പ്രയിലെ ഈ സമ്മേളനം, ഈ സംവാദം, ആ സംവാദം ഒരു തവണയെങ്കിലും ഒരു നിഷ്പക്ഷമായി വീക്ഷിക്കാൻ ഈ കാന്തപുരത്തിന്റെ ആളുകൾ തയ്യാറായിരുന്നെങ്കിൽ ഒറ്റ പ്രാവശ്യം എനിക്ക് വരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എന്താ ഈ KKRD മുഹമ്മദ് നിങ്ങൾ പറഞ്ഞ കേൾക്കണ്ട? വേറെന്താ KKRD മുഹമ്മദ് നിങ്ങളവിടെ ഉണ്ടോ? നിങ്ങൾ എന്തിനാ റിസൈൻ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ അദ്ദേഹത്തിനല്ലേ? നിങ്ങളവിടെ ഉണ്ടോന്ന്? അദ്ദേഹം ഇല്ലാതെ ഉണ്ട്. മുസ്ലിംസ് തന്നെ മൈക്ക് ചെയ്തേരി. മറ്റാർക്കെങ്കിലും വേറെ ഫിത്ത നിർത്തു എന്നൊക്കെ പറഞ്ഞാൽ ആർക്ക് മൈക്ക് വേണം? ആർക്ക് വേണ്ടി മൈക്ക് എടുക്കട്ടോ? സിമിസം പറഞ്ഞ പോലെ തന്നെയൊക്കെ നമ്മുടെ സമസ്ത ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ മൈക്ക് നിങ്ങൾക്ക് ഇന്ന് ഫ്രീ ആണ്. അപ്പൊ റൈസൈഡ് ചെയ്താൽ മൈക്ക് എടുക്കണം. വെറുതെ ഈ ഒരു എന്തായാലും പറയാ വെറുതെ ചെയ്യരുത്. ഞാൻ മൈക്ക് സിമിസിന്റെ മൈക്ക് പറ്റേ. ഒരു KK മുഹമ്മദ് മൈക്ക് കൊടുക്കൂലപ്പോ. അപ്പൊ ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിവരുടെ ഒരു അവസ്ഥ ചിലപ്പോൾ അറിയാതെ ആവേശത്തിൽ കൈ പൊന്തിച്ചതേക്കാരം. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാരെ, ഒരു ഇൻട്രസ്റ്റാണ് കൈ പൊന്തിക്കും. അപ്പോ ഏപ്പിക്കാർ തക്ബീർ ഇല്ലണമാരി എന്താണെന്നൊന്നും അറിയാതെ തക്ബീർ ഇത്ര സമയത്ത് 3 മിനിറ്റ് കൂടുമ്പോൾ തക്ബീർ അല്ലാണെന്ന് ഓരോട് പറഞ്ഞാൽ മതി. അപ്പൊ ചിലപ്പോൾ ഒരു കുരക്കുമ്പോഴേക്കാരം തക്ബീർ ഇല്ല. കാരണം ആ സമയം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുള്ളൂ, അല്ലേ?
മറ്റേ ബംഗാളികൾക്ക് ഈ പറയണ എന്താ തിരിയില്ലല്ലോ. അതുപോലെ ഇത്ര സമയം ചെല്ലുമ്പോ തക്ബീർ എല്ലിക്കോള് കൊണ്ട് പറഞ്ഞിട്ടേക്കാരൻ, എത്ര തക്ബീർ ഇത്ര റുപ്യ പറഞ്ഞിട്ടേക്കാരൻ തൊഴിലാളികൾ വിളിക്കും. അതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചിലപ്പോൾ ഒരു ആവേശത്തിലാണ് കൈ പൊന്തിച്ചതേക്കാരൻ, പിന്നെ താത്തമ്മ വന്നിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മളെ വിഷയമല്ല, ഏതായാലും പോട്ടെ. അപ്പോ ഇത് ചോദിക്കാനുള്ള അവസരം നമ്മളെ ക്ലാസ് റൂമിൽ എപ്പോഴും ഉണ്ട്. ഇടക്കിടക്ക് നമ്മളെ പിന്നെ ഫസലു അല്ലേ എന്താണ് നമ്മളെ അസു ഇടക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹാഫ് വാഫിയ ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അല്ലേ. ചോദിക്കുന്നവർക്ക് മൈക്കിലേക്ക് അവസരം, മൈക്കിലേക്ക് അവസരം, മൈക്കിലേക്ക് അവസരം. എത്ര പ്രാവശ്യമായിട്ടത്, എത്രങ്ങാനും പ്രാവശ്യം വരെ വെല്ലുവിളിച്ചു. ഇനി RCKP ഒന്ന് വെല്ലുവിളിക്കേണ്ടി വരും. RCKP നിങ്ങളവിടെ അല്ലേ 4 ഒച്ചട്ടാണ് 4 പേര് വരുള്ളൂ. RCKP വന്നുകൊണ്ട് 2 പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വരും. കാരണം ഉറങ്ങിക്കിടക്കണ ഏതെങ്കിലും ഏൽപ്പിക്കാരുണ്ടെങ്കിൽ പോലും പിന്നെ എണീറ്റ് വരും. ഇപ്പൊ മുജാഹിദിന്റെ സമ്മേളനം കോഴിക്കോട് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവരിങ്ങനെ പിന്നെ കുറച്ച് പ്രവർത്തകർ ഇന്ന് കണ്ട് വണ്ടികൾ ഇങ്ങനെ തിരിച്ചു വിടുകയാണ്. ഒരു 100 വണ്ടി പോകുമ്പോൾ ഒന്നും കൂടി വല്ല സമ്മേളനത്തിലില്ല. അപ്പൊ ഞങ്ങൾ നിർത്തി. ഞാനും അഷ്റഫിയും പിന്നെ നമ്മളെ ഷൗക്കത്ത് ഫൈസി ഞങ്ങൾ പോണ സമയത്ത് ഞങ്ങൾ വണ്ടി നിർത്തി. ഞാൻ വണ്ടി നിർത്തിയിട്ട് ഓലോട് ചോദിച്ചു, ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്, ഞാൻ നിർത്തിയിട്ട് ഓരോ വിളിച്ചു ചോദിച്ചു, അല്ല നിങ്ങളെ വണ്ടി തരയാണോ ചോദിച്ചു. അതിൽ ഇയാൾ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അല്ല അങ്ങനെയൊന്നല്ല, ഒരു വണ്ടി പോലത്തില്ല. ഇവലിങ്ങനെ നിന്നുകാണ്ട് ഇങ്ങനെ എല്ലാ വണ്ടിക്കും കൈയാട്ടുന്നുണ്ട്. കാരണം ഓല സമ്മേളനത്തിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ നിങ്ങളെ വണ്ടി തരയാണോ ചോദിച്ചു. ആ രൂപത്തിലായിരുന്നു വല്ല സംഭവം. ആൾക്കാർ എങ്ങനെയെങ്കിലും തട്ടിവിടാൻ വേണ്ടി വരും. നമ്മളൊക്കെ പരിപാടിയാണെങ്കിൽ അല്ലാത്ത വണ്ടികളെ ഏതാ നോക്കേണ്ടി വരും. ഇതിപ്പോ ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടോന്ന് ഇങ്ങനെ മറ്റേ അത്ര തെരഞ്ഞു പിടിക്കുകയാണ്. അത്ര പിന്നെ ആളുകൾ കമ്മിയായിട്ടുണ്ട് ഇവരെ പരിപാടിക്കുന്നില്ല തെളിവല്ലത്. എന്തൊരു ഇടങ്ങേറാണ് മുജാഹിദിനൊക്കെ. പരിപാടികൾ നടത്തിയിട്ട് ആളുകളെങ്ങനെ ഇടങ്ങേറായി, എത്രങ്ങാനും പരസ്യങ്ങൾ എന്തൊക്കെ ചെയ്ത്. എന്നിട്ട് ഞങ്ങളൊരു വണ്ടി കണ്ടു, ഒരു ബസ്. അതിൽ നോക്കുമ്പോ വെല്ലിമ്മ മുതൽ പേരക്കുട്ടി വരണ്ട്. ആണും പെണ്ണും ഒക്കെ പാടെ തിങ്ങി നിറച്ച് ബസ്സിൽ കൊണ്ടുവരിക. ഒരു വീട്ടിൽ നിന്ന് തന്നെ എല്ലാരെയും കൊണ്ടുവരിക. അങ്ങനെയൊക്കെ നമ്മളൊക്കെ സമ്മേളനത്തിന് ഒരു മഹലിൽ നിന്ന് ഓരോരുത്തർ പങ്കെടുത്താൽ തന്നെ എത്രങ്ങാനും ആൾക്കാരുണ്ടാവും ചുറ്റങ്ങള്. ഇതൊരു വീട്ടിൽ നിന്ന് ബരബര വീടുകളായ വീടിന്ന് ആണിനും പെണ്ണും കുട്ടികളും ഒരു ബസ്സിൽ വല്ല എക്സ്കർഷൻ പോകാൻ തോന്നും, വല്ല ടൂറ് പോകാൻ തോന്നും. അങ്ങനെ കംപ്ലീറ്റ് എണ്ണത്തിനെയും പെറുക്കി പിന്നെ മരോളും പേരക്കുട്ടിയും പിന്നെ അമ്മായിയും വെല്ലിമ്മയും വെല്ലിപ്പിയും അല്ലേ വോട്ടിന് കൊണ്ടുപോകണ മാതിരി എല്ലാ ആൾക്കാരും നിരത്തി കൊണ്ടുപോവുക സമ്മേളനത്തിന് ആളെ കൊണ്ട് വിജയിപ്പിക്കാനേ. എന്തവരൊക്കെ ഒരു ഗതികേട്. ഔദ്യോഗിക വിഭാഗത്തിന്റെ എത്ര അനൌദ്യോഗികത്തിന്റെ കഥ എന്തേക്കാരം. ഔദ്യോഗിക വിഭാഗം ഈ ഒരു ഗതികേടിലാണെങ്കിൽ അനൌദ്യോഗികത്തിന്റെ വിഭാഗം. എന്നിട്ട് ഏറ്റവും വലിയ തമാശ നടന്നതല്ല, അവിടെ ആരാ ഔദ്യോഗിക വിഭാഗത്തിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്? അനാചാരങ്ങൾക്കെതിരെ പിന്നെ ചൂഷണങ്ങൾക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം നടത്തിയിട്ട് ഈ ചികിത്സകൾക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് ഉറുക്കിനും മന്ത്രത്തിനും എതിരെ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വെച്ചിട്ട് ആകെ അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ആളാരാ? കഴിഞ്ഞ സമ്മേളനത്തിൽ ഒന്നും കണ്ട് പിന്നെ റുക്കിയ എന്താണ് എന്താണ് പറയാ, അതിന് ഇസ്ലാമിൽ തെളിവുണ്ട്, ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആളാണ് ഇപ്പോലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. റുക്കിയക്ക് തെളിവുണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച റുക്കിയ ഷെറയ്യെ എന്നാ അതിനൊക്കെ തെളിവുണ്ട് ഖുർആനിലും ഹദീസിലും എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആളെ കൊണ്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. ഇവരതിന്റെ എതിരാളികളാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. ഇവരൊക്കെ ഒരു ഗതികേട്. അല്ലെങ്കിൽ എന്താണ് ഇവർക്കൊക്കെ ഉള്ള ആദർശം? സാക്കിർ നായിക്കിനെ കൊണ്ട് സാക്കിർ നായിക്കിന്റെ വിശ്വാസം എന്താണ്? ഇവരെ വിശ്വാസം എന്താണ് ഈ കാര്യത്തില്? മന്ത്രവും ഏലസിനും കുറിച്ച് സാക്കിർ നായിക്കിന്റെ ഇവരെ വിശ്വാസം എന്താണ്? വിരുദ്ധല്ലേ? ഇവർ ശിർക്കാണെന്ന് പറയുന്ന കാര്യം സാക്കിർ നായിക്ക് തൗഹീദാണെന്നാ പറയുന്നത്. ഇവർ കറാഹത്താണോ സുന്നത്താണോ നല്ല സുഹൃത്തുക്കളെ ചർച്ച. മന്ത്രി ചോദ്യം അത് ശിർക്കാണെന്നും ഇസ്ലാമിന് പുറത്താണെന്നും വാദിക്കുന്ന പിന്നെ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ അവർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് റുക്കിയ ഷറയ്യക്ക് ഇസ്ലാമിൽ തെളിവുണ്ട്, അത് അനുവദനീയമാണ്, അത് തൗഹീദിന്റെ ഭാഗമാണെന്ന് പ്രസംഗിക്കുന്ന സാക്കിർ നായിക്ക്. ഇവരൊക്കെ അപജയം എത്രയാണ്? ഇവരൊക്കെ അപജയം എത്രയാണ് അല്ലേ? അരക്കൊല്ലം അലിജുമ ഉണ്ടായിരുന്നു മർക്കസിലെ സമ്മേളനത്തിന് ഉണ്ടായിരുന്നു. ഞാനൊന്ന് ആലോചിക്കുന്നു.
അല്ല കൊല്ലം കഴിഞ്ഞ പിന്നെ മർക്കസ് സമ്മേളനത്തിൽ അടിജുമ ഉണ്ടായിരുന്നു. ആ മുടി കൊടുത്തപ്പോ ഇല്ല. ഹേപ്പിക്കാർ ഓലക്കായി ഉഷാറാണ് അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ തിരികേശത്തിന് നേലുണ്ടാവൂല എന്ന് വിശ്വസിക്കണ അലി ജുമാൻ ഓല് കൊടുന്നില്ലല്ലോ. റസൂലുള്ളാന്റെ തിരികേശാണെങ്കിൽ നേലുണ്ടാവൂല, അത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ അലി ജുമാൻ ഓല് കൊടുന്നില്ല. കേട്ടോ, ഹേപ്പിക്കാർ നിങ്ങളെക്കായി നല്ല ആൺകുട്ടികളാണ്. ഓല വിശ്വാസത്തിനെതിരായ ആൾക്കാർ ഓല് കൊണ്ടുവരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തിരികേശാണെങ്കിൽ അതിന് നേലുണ്ടാവൂല എന്ന് തുറന്നു പറഞ്ഞ അലി ജുമാനെ കുറി ഒരു സമ്മേളനത്തിൽ കൊടുന്നില്ലല്ലോ അല്ലേ. നേപ്പിക്കാർ നിങ്ങളെക്കായി നല്ലതാണ്, മുജാഹിദിനെക്കായും അവരുടെ ആ ആശയത്തിൽ അവരെ പിന്നെ അവർക്കൊരു നിലപാടുണ്ട് എന്ന് വ്യക്താക്കണ ആൾക്കാരാണോ ഞങ്ങളോലെ. പിന്നെ നമ്മളെ ആൾക്കാരെ പഴയ കാലത്ത് നമ്മളെ ആളുകളായതുകൊണ്ട് പറയല്ല, പോലെ നല്ല ഗുണം എടുത്ത് പറയണല്ലോ. അവരെ നല്ലൊരു ഗുണം ഉണ്ടെങ്കിൽ എടുത്തു പറയണം. അലി ജുമായുടെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശമാണെങ്കിൽ അതിന് നേലുണ്ടാവൂല എന്നാണ്. കാന്തപുരം വിഭാഗത്തിന്റെ വിശ്വാസം റസൂലുള്ളാന്റെ തിരികേശാണെങ്കിൽ നമ്മളെ കേശം പോലെ തന്നെ നേലുണ്ടാവണം എന്നാണ്, എന്നാലേ റസൂലുള്ളാന്റെ ആവുള്ളൂ എന്നാ. അപ്പൊ അതുകൊണ്ട് അലി ജുമയെ പിന്നെ അലി ജുമ എന്ന ചേളാരിക്കാരനെ ഏപ്പിക്കാർ കുറി കൊടുന്നില്ല. അലി ജുമ എന്ന ചേളാരി മൂരിനെ ആര് കൊടുന്നില്ല? ഏപ്പിക്കാർ കൊടുന്നില്ല. കാരണം മൂപ്പര് മൂരിയാണ് അല്ലേ. മൂപ്പർക്ക് ഈ പാവം മഹ്ദൂമിങ്ങളെ വിശ്വാസമാണ്. അലി ജുമയ്ക്ക് പാവം ഇബ്നു ഹജർ ലൈത്തമി തങ്ങളെ വിശ്വാസമാണ്. അലി ജുമയ്ക്ക് ഇമാം റംലി തങ്ങളെ വിശ്വാസമാണ്. ഇമാം റാഫി തങ്ങളെ വിശ്വാസമാണ്. ഇമാം നബവി തങ്ങളെ വിശ്വാസമാണ്. ഇമാമുന ഷാഫി തങ്ങളെ വിശ്വാസമാണ്. ഇമാം അബു ഹനീഫ തങ്ങളെ വിശ്വാസമാണ്. മാലിക് ഇമാമിന്റെ വിശ്വാസമാണ്. പിന്നെ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെയും റിഫായി ഷെയ്ഖിന്റെയും ഖാജ തങ്ങളെയൊക്കെ വിശ്വാസമാണ്. സഹാബത്തുൽ കിറാമിന്റെ വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസം പഴഞ്ചനല്ല. ആ വിശ്വാസമല്ല അലി ജുമേനെ ആരെങ്കിലും കൊണ്ടുപോകും അല്ലേ. ആരെയും അലി ജുമ അടുത്ത റബ്ബെ ഞാൻ കരുതി ഇനി എല്ലാ വക്തിലും മൂപ്പരേക്കാരൻ ജുമാക്ക് മാത്രമൊന്നുമല്ല. അമ്മാരി പറച്ചിലായിരുന്നു പോലെ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നത് അലി ജുമേന്റെ മുമ്പിൽ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞത്. പിന്നെ അലി ജുമ അല്ല, അലി ജുമേന്റെ മുമ്പിൽ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞത്. ബഹാവുദ്ദീൻ കൂരിയാർ നദവി ഉസ്താദിനെ കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ താണി അതിന് നേലുണ്ടാവൂല എന്ന് പറഞ്ഞ വിവരം പുറത്തു വന്നതോടുകൂടി പിന്നെ പിന്നെ ജുമാക്ക് പോയിട്ട് മറ്റൊരു വക്തിനും കൂടി ഇനിയിപ്പോ വലിയൊരുനാൾക്കും കൂടി കൊണ്ടുപോകില്ല. ആ രൂപത്തിലായി അല്ലേ. എന്തൊരു കഷ്ടാണ് ഇവരുടെ ഗതികേടെന്ന് ആലോചിച്ച് നോക്കാണ്. ഞാനത് സത്യത്തിനെ കുറിച്ച് ശ്രദ്ധിക്കാന്ന് കരുതി. അത് ഞാൻ ഓർമ്മ വിട്ടാണ്, അന്നൊന്ന് നോക്കി പറയണമെന്ന് കരുതിയെന്നതാണ്. ഇന്നിപ്പോ ഏതൊരു ചങ്ങായി ഇപ്പൊ ക്ലാസ് റൂമിൽ വന്ന് ഈ ഒരു ഇതടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ കാര്യം തന്നെ ഓർമ്മ കിട്ടിയെന്നു. ഇവരെ കുറിച്ചുള്ള ചർച്ച തന്നെ നമ്മൾ മറന്നിരുന്നു. ഏതോ ഒരു ചങ്ങായിന് അള്ളാഹ് നമുക്ക് വേണ്ടി പറഞ്ഞയച്ചെന്ന് ആലോചിച്ചോക്കാം നിങ്ങൾ അല്ലേ. ഒരു SSF എങ്ങനെ വന്ന് അടിച്ചിട്ടില്ലെങ്കിൽ അലി ജുമ ഇപ്പൊ കഴിഞ്ഞതിൽ പങ്കെടുത്തിരുന്നോ നമ്മളൊരു ചർച്ച തന്നെ ചെയ്യൂല. അപ്പൊ അലി ജുമാനെ കൊണ്ടാതെ വെക്കാനൊരു കാരണം ഉണ്ടായോ? അലി ജുമാനെ ഞങ്ങളൊന്ന് കൊടുന്നാണിന്നിട്ട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ അലി ജുമാനോട് അവിടെ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ ഞങ്ങൾക്കൊരു അവസരം തരാ. അലി ജുമാനെ ഞങ്ങളൊന്ന് കൊണ്ടുവരാ, അവിടെ വെച്ചിട്ട് ഞങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാൻ അവസരം തരാ. ഉണ്ടാവുമോ അങ്ങനെ സംഭവം? ഉണ്ടാവുമോ? നിങ്ങൾ പറയണ പൈസയാണ് തരാ. നിങ്ങൾ സമ്മേളനത്തിൽ ഞങ്ങളെ നടത്തിത്തരും. ധൈര്യം നിങ്ങൾക്ക്? ഇതൊക്കെ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൂന്നാർ റൂം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. മൂന്നാർ റൂം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഔദ്യോഗിക അതാണ് അനൌദ്യോഗിക അതാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം. എത്ര കാലായി നമ്മൾ ചോദിക്കുന്നു. എന്നെങ്ങാനും ചോദ്യം തുടങ്ങിയതാണ് ഞാൻ അല്ലേ. ഇതൊക്കെ വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിൽ എന്തെങ്കിലും പൈസ കിട്ടിയിരുന്നു. ആരാണ് കുത്തുബുദ്ദീൻ ഫിർദൌസി? എത്ര വട്ടം ചോദിച്ചു നമ്മള്. ഏത് കാലക്കാരനാണ് കുത്തുബുദ്ദീൻ ഫിർദൌസി? എത്ര വട്ടം ചോദിച്ചു നമ്മള്. ഇന്ന പിന്നെ ARCKP ആ ചോദ്യം ചോദിച്ചിട്ട് ചങ്കും കരലും രണ്ടും രണ്ടായില്ലേ. ഒന്നാലോചിക്കണേ, ആരാണ് കുത്തുബുദ്ദീൻ ഫിർദൌസി? ഏത് കാലക്കാരനാണ് അദ്ദേഹം? എങ്ങനെ കുത്തുബായി? എവിടുത്തെ ഇസ്ലാമത പ്രചാരകനാണ്? എവിടെയാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്? ഏത് കാലത്ത് അദ്ദേഹം ജീവിച്ചു? ഏത് കാലത്ത് അദ്ദേഹം മരണപ്പെട്ടു? അദ്ദേഹത്തിന്റെ ശൈഖാരാണ്? അദ്ദേഹം എവിടുത്തെ കുത്തുബാണ്? ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ആ വഴി ഇന്നും നിലനിൽക്കുന്ന ഏതാണ് ആ വഴി? ഏതാണ് ആ വഴി? റോഡാണോ? തോടാണോ? എന്ത് വഴിയാണത്? ഹൈവേ ആണോ? ഒന്ന് പറഞ്ഞു തരും. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതായാലും ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്. സഖാഫി മൈക്കിൽ വരട്ടെ.
അബൂ റഫിയ അവിടല്ലേ? അബൂ റഫിയ കേൾക്കണ്ട? അബൂ റഫിയ കേൾക്കണ്ട? ആ മൈക്ക് നിങ്ങൾക്ക് മൈക്ക് വേണ്ട കൈ പൊക്കിക്കണത് മൈക്ക് വിട്ടത് സുന്നിസം ചോദ്യം ചോദിക്കും. നല്ല മാന്യമായ രീതിയിൽ നല്ല ചോദ്യങ്ങളാട്ടെ. പിന്നെ മഹല്ലുകളിൽ നിന്ന് AP വിഭാഗത്തിനെ പുറത്താക്കണമെന്നുണ്ടല്ലേ പത്രങ്ങളൊക്കെ കണ്ടു നോക്കുമ്പോ നിങ്ങളെ മഹല്ലിൽ അവര് പുറത്താക്കുന്ന രൂപത്തിലാണല്ലോ പത്ര റിപ്പോർട്ടൊക്കെ വരുന്നത്. എന്താ അങ്ങനെ? നിങ്ങള് റൂമിൽ ഒറ്റക്ക? ഹലോ, നിങ്ങള് റൂമിൽ ഒറ്റക്കാണോ? അബൂ റഫിയ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ റൂമിൽ ഒറ്റക്കാണോ? അവ സ്വന്തം ചെറുക്കണല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും ചെറുക്കുന്നത് ഹൈല്ലാത്തോണ്ട് സ്വന്തം ചെറുക്കിയക്കാരല്ലേ? ഇല്ലാത്തൊരു ഗതികേട് മനുഷ്യന്മാരെ. എന്നിട്ട് അത് പറയാൻ, എന്നിട്ട് അത് തമാശ എന്നെതിയിട്ട് സ്വന്തം ചെറുച്ച ചോദ്യാത്രപ്പത്. ഇത് എന്താ ചോദ്യം? ഇത് എന്താ ചോദ്യം? എന്തൊരു കഷ്ടാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കേട്ടില്ലേ? ഇയാൾ ഏതാ വിഭാഗം അമീർ സാഹിബേ? പന്മളുടെ ആളാ? പന്മള ഗ്രൂപ്പാണ്. പന്മള എന്തായാലും ഒക്കെയാണ് സമസ്ത വിരോധിയാണ്. ആനയാണെങ്കിലും ചേനയാണെങ്കിലും മുടിയാണെങ്കിലും സമസ്ത വിരോധിയാണ്. കഥയില്ലാതെ KSRTC ഒക്കെ കണക്കന്നെ ഈ വിഷയത്തില്. എല്ലാരും നാറിയൊരവസ്ഥ. എന്താ അയാളെ പേര്? മൗലാന എന്താണ് സംസ്ഥാനത്തെ നേതാവ് ഉണ്ടായിരുന്നില്ല, എന്താണൊരു അയാളെ പേര് ഇപ്പൊ കേൾക്കണന്നല്ലേ? ഒരു മനുഷ്യൻ ഒന്നുമല്ലാതെ ആലോചിക്കണം നിങ്ങള്. നജീബിന്റെ പേര് കേൾക്കണമെന്നല്ല, എന്തേന്നു അയാളൊക്കെ നജീബ്. ഇപ്പൊ ഒരു മനുഷ്യനെ അയാളെ വേണ്ടാതെയായി. പടച്ചോൻ ഓരോരുത്തരെയും കിട്ടേ മൂലക്കിരുത്തണിരുത്തേ. അല്ല, ഇന്നത്തെ മനോരമയിലൊക്കെ അങ്ങനെ റിപ്പോർട്ട് കണ്ടു സുന്നിസം. റിപ്പോർട്ടൊക്കെ പത്രങ്ങളിലൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? നിങ്ങൾക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇപ്പൊ അവരുടെ ഇതിൽ പിന്നെ ആധിപത്യത്തിൽ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമരത്തിനിറങ്ങുകയാണെന്ന റിപ്പോർട്ട് കണ്ടേ. ഇതിലിപ്പോ എന്തെങ്കിലും ചോദ്യം? ഇതല്ലാത്തൊരു കഥയാണ്. മനോരമ അങ്ങനെ റിപ്പോർട്ട് കണ്ടു. എന്നിട്ട് ഇതിന്റെ ചോദ്യം എന്താണ്? ഈ വിഷയ സംബന്ധമായി ഇപ്പൊ നമ്മളിവിടെ പ്രതിപാദിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകളൊക്കെ ഉണ്ടോ? ഇത് നിങ്ങൾ പറഞ്ഞില്ല, എന്താ ചോദ്യം? നിങ്ങൾ ആ റിപ്പോർട്ടൊന്ന് വായിച്ചാണി. നിങ്ങളെ കണ്ട റിപ്പോർട്ട് ഉണ്ടല്ലോ, അതൊന്ന് വായിച്ചു നോക്കാണി മുഴുവോ. ഒരു കഷ്ടം തന്നെ. അല്ലേ? വല്ലാത്തൊരു കഷ്ടാണത്. ഒരു കാര്യം പറയാനില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയണത്. ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ആൾക്കാരില്ലേ?
അല്ല ഇപ്പൊ പോലെ ക്ലാസ്സിലൊന്നും പോയിട്ട് നമ്മൾ പോലെ കൊണ്ടുവരില്ലപ്പോ. അമീർ സാഹിബേ, അവിടെ ഒന്നും പോയിട്ട് ആരും വെല്ലുവിളിക്കൊന്നുമില്ലേ? പോലെ ക്ലാസ് റൂമിൽ ആരും പോയിട്ട് ആരും വെല്ലുവിളിക്കണമെന്നില്ലേ? ആരും അവിടെ അല്ലേ? അല്ല ഇപ്പൊ ഇവരെ മറ്റേ ചങ്ങായിമാര് കാഴ്ചക്കാരനും കേൾവിക്കാരനൊക്കെ എവിടെ? 3 ക്ലാസ്സിൽ പോയിട്ടല്ലേ? എന്റെ 98 എത്തി. ഇന്നലോ നിങ്ങൾ അയച്ചത്? അമീർ സാഹിബ് നിങ്ങൾ അയച്ചത് 98% എത്തി നിന്നു. ഒന്നുകൂടെ ആക്കി. അല്ല പൊട്ടിക്കണ ആളൊന്നും ഇപ്പൊ അല്ലേ? തോട്ടോ ഒന്നും പൊട്ടൂല. ഇനി ഒരു മനുഷ്യന് നമ്മളെ ക്ലാസ് റൂമിലേക്ക് വരാനുള്ള ധൈര്യം ഉണ്ടാവില്ല. മുജാഹിദ് പേരാമ്പ്രയിൽ ഇങ്ങനെ പൊട്ടിയിട്ട് മുജാഹിദ് പറഞ്ഞത് പിന്നെ ഞങ്ങളാണ് ജയിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം അവിടെ പരിപാടി നടത്തിയത്. ഏത് പാർട്ടി തോറ്റാലും ഒരു വിശദീകരണ സമ്മേളനം നടത്തും അവിടെ, അല്ലേ? തോറ്റുള്ളൊരു വിശദീകരണ സമ്മേളനം നടത്തും. ആ പരിപാടിയാണ് ഓല് നടത്തിയത്. തോൽക്കാനുള്ള കാരണം എന്താണ്? ആയിക്കോട്ടെ, കടുവപ്പന്തിയിൽ വരും. ഇപ്പൊ മുടിയൊക്കെ വിട്ടാ? ചർച്ചയൊന്നുമില്ല ഇപ്പൊ? ചർച്ച എന്താ ഒരു ചൂട് പിടിക്കാത്ത? മുടിയൊക്കെ വിട്ടോ? ഇയാളത് എവിടെയായിരുന്നു? നിങ്ങൾ കേരളത്തിലില്ലേ മാഷേ? എവിടെ നിങ്ങള്? ഈ ദുനിയാവിലൊന്നും അല്ലേ? ഈ ദുനിയാവിലൊന്നും നിങ്ങളില്ലേ? അത് എന്താ ഈ മനുഷ്യന്മാർക്ക് പറ്റിക്കണത്? സംഭവമൊക്കെ തലക്കെന്തോ കാര്യമായിട്ടും അസുഖം ബാധിച്ച പോലെ ഉണ്ടല്ലോ അല്ലേ? ഒരൊറ്റ കുട്ടിക്കും ഒരു ധൈര്യമല്ലാതെ ആയാലും നമ്മൾ എത്ര വലിയവനാണെങ്കിലും ഉമ്മാരൊരവസ്ഥ വരുന്നില്ല, കാര്യത്തിൽ സംശയമല്ല. ഒരാൾക്കും നമ്മളെ മുമ്പേ നീച്ചിട്ടൊരു ചോദ്യം കേൾക്കാന് ആ ARCKP എന്ന് പറഞ്ഞപ്പോ ഒരു മനുഷ്യനെ അറിയാതെയായി. മറ്റേ ഡെയിലി ഇത് മറുപടി പറഞ്ഞ് ആരെ ARCKP നമ്മളെ മറുപടി പറയാനാണ്. ഇതിപ്പോ ചോദ്യം വേണ്ട മറുപടി പറയാൻ, അല്ലേ? ARCKPനൊക്കെ ആൾക്കാർ മറക്കൽ തുടങ്ങി. കാരണം ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരു മറുപടി പറയാൻ വേറെ എന്താ പറയാ? ഒരു മനുഷ്യൻ ക്ലാസ് റൂമിൽ വരണ്ടേ? ഒരാൾ ചോദിക്കണ്ടേ? വന്നോലും മുഴുവൻ നമ്മളെ ആൾക്കാരായി എന്ന് അറിയണത്. പിന്നെന്താ ചെയ്യാ? ഇനി ഇങ്ങനെ ഇവര് വരിക? കുറച്ച് ദിവസമെങ്കിലും നിങ്ങളെ ആൾക്കാരായി നിൽക്കണമെങ്കിൽ ഇനി വരുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനാ. കാരണം നിങ്ങൾ വന്നാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാരായി മാറും. പിന്നെ നമുക്ക് ചോദ്യം ചോദിക്കാൻ ആളില്ല. അതുകൊണ്ട് വരുന്ന പോലെ ഒറ്റയെടുക്കുക നമ്മളെ ആൾക്കാരാക്കരുത്. ARCKP വിചാരിച്ച് പറഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ ഓല ആൾക്കാരാക്കി നിർത്തിയിട്ട് പിന്നെ മാത്രം മതി നമ്മളെ ആൾക്കാരാക്കുക. ഇത് വരുന്നവര് മുഴുവൻ നമ്മളോട് ചോദ്യം ചോദിക്കാൻ വരുന്ന ആൾക്കാർ മുഴുവൻ നമ്മളെ ക്ലാസ്സിൽ വന്ന് നമ്മളെ ആൾക്കാരായ പിന്നെ നമ്മളെന്താ കാട്ടുക? ഒരൊറ്റ മനുഷ്യന്മാര് ധൈര്യമുള്ള ആൾക്കാർ ആ കൂട്ടത്തിലില്ല. കൈ പൊന്തിക്കണം മൈക്കെടുക്കാനല്ല എന്നുള്ള കാര്യം മനസ്സിലായപ്പോ നിങ്ങൾക്ക് എവിടെയും ചൊറിഞ്ഞിട്ട് പൊന്തിക്കേ കാരണം കൈ പൊന്തിച്ചോണ്ടൊന്നും മൈക്ക് വിട്ടിട്ട് മൈക്ക് നമ്മൾ വിട്ടിട്ട് മൈക്കിലേക്ക് വരുന്നില്ലല്ലോ. വെറുതെ തമാശക്ക് പൊന്തിക്കല്ലേ? ഒരൊറ്റ ആള് ധൈര്യമല്ലല്ലോ മൈക്കെടുക്കാന്. എത്ര വട്ടം വൈക്കൂട്ട് നോക്കി? KK മഹമ്മദ് പിന്നെയും എല്ലാത്തിനും മഹമ്മദ് അത് കൈ അങ്ങനെ പൊന്തിക്കന്നെ. അത്ര കഷ്ടല്ലേ? ഒരൊട്ടം കൂടി മുട്ടെടുത്ത് നോക്കാം.
ഒരു രക്ഷയില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഫോട്ടോഷോപ്പിൽ എടുത്തിട്ടേ ഞങ്ങൾ റൈസ് ആൻഡ് ചെയ്തിരുന്നു മൈക്ക് കെട്ടിയിട്ടില്ല എന്ന് പറയാനായിട്ടേ, മറ്റേ എന്തേലും പറയാ പ്രിന്റ് എടുത്തിട്ടേ അല്ലെ, സ്ക്രീൻ പ്രിന്റ് എടുത്തിട്ട് ഞങ്ങൾ റൈസ് ആൻഡ് ചെയ്തിട്ട് മൈക്ക് തന്നിട്ടില്ല എന്ന് പറയാനാ. എന്തോ ഒരു ദുരുദ്ദേശം ഇവർക്കുണ്ടല്ലോ. ഞങ്ങൾ സുഹൃത്തുക്കളെ ഇനി ആദ്യക്കെന്ന് പച്ച മലയാളത്തിനോട് ചോദിക്കുക, നിങ്ങൾക്ക് മുടി തന്നത് ആരാ? ജാലിയാവാല. ജാലിയാവാലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ കഥകൾ എന്തൊക്കെയാണ്? അത് നിങ്ങളൊരു കുത്തുബുദ്ദീൻ ഫിർദൗസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആരാണ് കുത്തുബുദ്ദീൻ ഫിർദൗസി? ആ കുത്തുബുദ്ദീൻ ഫിർദൗസിയും ബറക്കാത്തി സാദാത്യങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? ബറക്കാത്തി സാദാത്തുകളും പിന്നെ ജാലിയാവാല എന്ന് പറഞ്ഞ സാധുവും തമ്മിൽ എന്താണ് ബന്ധം? ഈ ജാലിയാവാല ഏത് കാലത്ത് ഏത് ത്വരീഖത്തിന്റെ ശൈഖാണ്? അദ്ദേഹത്തിന്റെ ശിഷ്യനും മുരീദുമായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിച്ച പിന്നെ ത്വരീഖത്ത് ഏതാണ്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൽ നിന്ന് ഓതിയ കിതാബ് ഏതാണ് ശിഷ്യനാകാൻ? ജാലിയാവാലക്ക് മുടി കൊടുത്തത് ആരാണ്? കാന്തപുരത്തിന് ജാലിയാവാലയിൽ നിന്ന് ലഭിച്ച മുടി പിന്നെ ആ മുടി കത്തുമോ? അതിന് നേലുണ്ടോ? അത് ഈച്ചപ്രാണികൾ ഇരിക്കുമോ? അതിന് എന്തെങ്കിലും പിന്നെ ഏതെങ്കിലും നിലക്കുള്ള സനദ് അതിനുണ്ടോ? മിനിമം ജാലിയാവാലക്ക് കൃത്യമായി ആരേത് സമയത്ത് നൽകി എന്ന് തെളിയിക്കുന്ന ജാലിയാവാലയും നിങ്ങളും അംഗീകരിക്കുന്ന ഒരു ഉത്തരം ഒരുമിച്ച് പറയാൻ സാധിക്കുമോ? ഈ ജാലിയാവാലയിൽ നിന്ന് മുടി വാങ്ങിയ ഹസ്രജി നിങ്ങൾക്ക് തന്ന മുടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞതിൽ ഏതാണ് സനദ്? ആദ്യം പറഞ്ഞതാണോ സനദ്, അതോ രണ്ടാമത് പറഞ്ഞതാണോ സനദ്? സനദാണെന്ന് പറഞ്ഞതാണോ സനദ്, അതല്ല സനദല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അവതരിപ്പിച്ചതാണോ സനദ്? ഈ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ എത്ര വട്ടം ചോദിച്ചതാണ്. നിങ്ങളെ കയ്യിലിരിക്കുന്ന മുടിയുടെ നീളം എത്ര? നിങ്ങൾക്ക് മുടി ലഭ്യമായ സ്ഥലത്തിരിക്കുന്ന മുടിയുടെ നീളം എത്ര? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തിന്റെ മാക്സിമം നീളം എത്ര? നിങ്ങളുടെ കയ്യിലുള്ള മുടി ഇപ്പോഴും നീളുമെന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ പ്രവാചകരുടെ പിന്നെ മോചിതത്ത് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ? ഇങ്ങനെ 1000 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ നിരത്തിയിട്ടില്ലേ? ആ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? അവസാനമായി ഇപ്പൊ ഞങ്ങളെ പുതിയ കുറച്ച് ചോദ്യങ്ങൾ ഇതാ പിടിച്ചോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്ത്, മറ്റ് അമ്പിയാക്കളുടെ മോചിതത്ത്, ഔലിയാക്കളുടെ കറാമത്ത് അവരുടെ വഫാത്തോടുകൂടി മുറിയുമെന്നും പരിശുദ്ധ ഖുർആൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നും വാദിക്കുന്ന വാദം 2011 മർക്കസിൽ മുടി വരുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം നിങ്ങൾ നടത്തിയത്, അതുമായി ബന്ധപ്പെട്ടൊരു പ്രസംഗം നിങ്ങൾ പ്രസംഗിച്ചത്, അതുമായി ബന്ധപ്പെട്ടൊരു ലേഖനം നിങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? ഇനി നിങ്ങൾ വേണ്ട, നിങ്ങളും ഞങ്ങളും അംഗീകരിക്കുന്ന ആരെങ്കിലും എഴുതിയത്, അല്ലെങ്കിൽ നിങ്ങൾ മാത്രം അംഗീകരിച്ചിരുന്ന ആരെങ്കിലും എഴുതിയത്, ആരെങ്കിലും പറഞ്ഞത് ഒരു തെളിവ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? വല്ലാത്തൊരു കഷ്ടം. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരു മനുഷ്യൻ മറുപടി പറയാങ്ങളെ കൂട്ടത്തിലില്ല അല്ലേ? ഒരൊറ്റ മനുഷ്യൻ മറുപടി പറയാങ്ങളെ കൂട്ടത്തിലില്ലല്ലോ. രാത്രി കേടാണല്ലത്. എന്താ ഇങ്ങനെയൊക്കെ കഷ്ടം? ഇങ്ങനെയൊക്കെ എന്തിനാ ജീവിക്കണം? സത്യത്തിൽ ആ മുടിയൊക്കെ പാടെ, ആ ജാലിയാവാലിന്റെ കയ്യിലുള്ള മുടിയൊക്കെ പാടെ വാങ്ങിയിട്ട് അത് കൂട്ടിക്കെട്ടി വല്ല ഫാനമ്യം കെട്ടി തൂങ്ങിക്കൂടെ? നിങ്ങൾക്ക് ഇത്രയൊക്കെ നാണം കെട്ടി ജീവിക്കണക്കായി നല്ലത്. എന്തിനാണ് ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കണമെന്ന് ആലോചിക്കണം. ഇത്രയൊക്കെ വഷളായിട്ടേ മാതിരി ഒരു മാനക്കേടുണ്ടായിട്ട് അല്ലേ? സ്വന്തം നാട്ടിലും ദുനിയാവിലും വസലായിട്ട്
ആഗോള തലത്തിൽ മൊത്തം വസലായിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കണക്കായി നല്ലത് മരിച്ചു പോകല്ല എന്റെ സുഹൃത്തുക്കളെ. എന്താ ജാലിയാവാലിനൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തേക്ക് ഒരു പരിപാടിക്കൊന്ന് കൊടുന്നൂടെ? നിങ്ങൾക്ക് മുടി തന്ന മനുഷ്യനല്ലേ, എന്താ അതിനൊന്ന് കൊന്നൂടെ? അത് ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്നോട് ചോദിച്ചുമ്പോ ആർക്കറിയും? എന്താ നിങ്ങളൊക്കെ കഷ്ണം. ഒരു മനുഷ്യന്മാരുടെ അവസ്ഥ ആലോചിക്കണതേ, എന്ത് നല്ല മഞ്ഞന്മാരെയൊന്നുമില്ലേ നീണ്ടു നിവർന്നിങ്ങനെ നടക്കില്ലേ എന്ന് വരെ. റസൂലുള്ളാഹിന്റെ ശേഷം കോഴിക്കോട്ടെ പള്ളി എവിടുക്കാൻ? കോഴിക്കോട്ടേക്കാണ്. അപ്പൊ എന്താന്ന് അവിടെ ജുമാക്ക് അതെന്താ? എന്താല്ലേ ജുമാക്കൊക്കെ പോണ പോക്കൈ അങ്ങനെ സ്വപ്നം കണ്ട് കടന്നുറങ്ങല്ലായിരുന്നു അല്ലേ? രാമനാട്ടിലെത്തി അരമണിക്കൂർ കൊണ്ട് ഇപ്പൊ എത്തും. എവിടെ? എന്തേന്ന് അതൊക്കെ സ്വപ്നം. അതെ, മറ്റേ ചങ്ങായി ഇപ്പൊ സ്വപ്നം കാണലില്ലേ? സ്വപ്ന നഗറിലല്ലേ ഇല്ലേ? അല്ല, നമ്മളെ മറ്റേ അവസ്ഥ ഇപ്പൊ എന്താ? നമ്മളെ സ്വപ്നത്തിന്റെ ഇല്ലേ ആള് ആ സാധനം ഉണ്ടപ്പോ തവരെ പകരെ എന്തൊരു താമ്പാളം എന്തൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. പർച്ചോദിക്കളൊക്കെ ആകം കെട്ടി ഒരു മനുഷ്യന് വേണ്ടാതെയാക്കിയല്ലോ അല്ലേ? എന്തേന്ന് പ്രസംഗം ശൈഖുന പകര. പടച്ച റബ്ബേ, എന്തൊക്കെ സാധനങ്ങളെ ഇറങ്ങിയത്. അങ്ങനെ വിടല്ലേ. എന്നോട് ഒരു ഈക്കക്കാരൻ പറഞ്ഞു. ആരാ ഈക്കക്കാരൻ? ഒരു ഈക്കക്കാരൻ, ഒരു ഈക്കക്കാരനായ മൂല്യർ എന്നോട് പറഞ്ഞു. ആരാണ് അയാള്? എന്തൊക്കെ വണ്ടലും കഥ അയാള് കൂട്ടിന്ന് പഠിച്ചോനെ. സ്വപ്നം ഇങ്ങനെ കാണുക. നമ്മൾ കാണണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കാണൂല. ഷെയറെ മുബാറക്ക് മസ്ജിദ് ഉണ്ടാക്കരുത് എന്നാ വേണ്ട. നമ്മളെ സ്വപ്നം കണ്ടിട്ട് സ്വപ്നം കണ്ടതാണ് നെഞ്ഞുമേഴി കാണരുത് ആയിക്കോട്ടെ, പിന്നെ ഇന്ന് വരെ സ്വപ്നം കണ്ടിട്ടില്ല. ഈ ജാതി മനുഷ്യന്മാര്. അല്ല സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഒരു സ്വബോധം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് ചോദിക്കട്ടെ. ഞങ്ങൾ ഇനി കാണണ്ടെന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾക്ക് കാണാൻ കഴിയൂല എന്നുള്ള കണ്ടീഷൻ എത്തിയില്ലേ? നിങ്ങളെ സ്വപ്നം കൂടി നിയന്ത്രിക്കണത് ഞങ്ങളാണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതൊക്കെ പോരെ അന്നം തിന്നുന്ന ആൾക്കാർക്ക് മനസ്സിലാകാന്? അല്ല, നമ്മൾ നിങ്ങളോട് വളരെ വിനയത്തിൽ ചോദിക്കാറില്ലേ, എന്താ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാത്തത്? ഇത് നമ്മൾ വേറൊന്നും ഉണ്ടായിട്ട് ചോദിക്കല്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തം ഒന്ന് ചിന്തിച്ചോ കാണി. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, എന്തൊക്കെ നുണകളാണ് നമ്മളെ ഈ നേതാക്കന്മാർ ഉസ്താദന്മാർ പറഞ്ഞിരുന്നത്. സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ ആളിപ്പോ സ്വപ്നം കാണുന്നില്ല. SKSSF 2 മിരട്ടിയപ്പത്തിന് നമ്മളെ ഉസ്താദന്മാർ സ്വപ്നം കാണൽ നിർത്തി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. പിന്നെ ഇന്ന് വരെ മനുഷ്യന് സ്വപ്നം കണ്ട കഥ പറഞ്ഞിട്ടില്ല. അതല്ല രസം. ഈ നിമിഷം വരെ പിന്നെ അയാൾ എന്തപ്പോ അയാൾ ഉറങ്ങലില്ല? ഒന്ന് അന്വേഷിച്ചൂടെ നിങ്ങൾക്ക്? ഇയാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇയാൾ ഉറങ്ങുന്നുണ്ടോ? അല്ലെങ്കിൽ വല്ല ഉറക്ക ഗുളിക കൊടുത്തു നോക്കിക്കൂടെ? ഇവരും മനുഷ്യങ്ങൾക്ക് വേണ്ടി ഇത്രയും സ്വപ്നം കണ്ട ആളല്ലേ? ഇത്ര കാലം സ്വപ്നം അയാൾ കണ്ടുക്കുന്നു. രാവും പകലോ ഇയാൾ സ്വപ്നം കാണില്ലേ? അയാൾ ഹയാത്തിലുണ്ടോ? അല്ലേ? ഇതൊക്കെ ഒന്ന് ചിന്തിച്ചൂടെ നിങ്ങൾക്ക്? എന്നിട്ട് ഇതൊന്ന് ആലോചിച്ചൂടെ? ഇതൊക്കെ കള്ളത്തരായിരുന്നു. ഈ വയൽ മുഴുവൻ നുണയായിരുന്നു. എന്തൊക്കെ പൊടിപ്പും തൊങ്കലും വെച്ച് ഈ കാന്തപുരത്തിനെ വലിയ മഹാനാക്കാനും പടച്ചോന്റെ മേലെ ഇരുത്താനൊക്കെ വലിയ ശ്രമിച്ച ശ്രമം എന്തൊക്കെയായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന മടവൂർ ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ജനാസ അല്ലേ സുബഹിക്ക് കൊണ്ടുപോകാത്രേ മർക്കസിന് മുമ്പിൽ കൂടി. എന്നിട്ടോ മർക്കസിന്റെ മുമ്പിലെത്തിയപ്പോ വണ്ടി അങ്ങോട്ട് ഓഫായി. എന്നിട്ട്
ഷാട്ടാക്കിയിട്ടും വേണ്ടി ചാട്ടായില്ല, അവസാനം വേണ്ടി ചാട്ടായി. എന്നിട്ട് പറയാത്തരെ, ഞാൻ ഇവിടെ കടക്കാത്തത് ഇവിടെ കടക്കേണ്ടവർ കടക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ കുറിച്ച് പറയുന്നോണം അവിടെ തന്നെ പൊളിക്കുക. അവരെഴുതിയ പുസ്തകങ്ങളിൽ തന്നെയുണ്ട് മഹാനായ മടവൂർ ഷെയ്ഖ് ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് വഫാത്തായത് ളുഹാ സമയത്താണ്. ളുഹാ സമയത്ത് വഫാത്തായിട്ട് ജുമാ നിസ്കാരത്തിന് ശേഷം 2 മണിയോടുകൂടി ആദ്യമായി മയ്യത്ത് പുറത്തെടുത്തുകൊണ്ട് ഷെയ്ഖിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച ശേഷമാണ് മഹാനവറുകളെ മടവൂരിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് സുബൈക്ക് ശേഷം സുബൈയുടെ സമയത്ത് വണ്ടി അവിടെ നിന്ന് ഓഫായി എന്ന് പ്രസംഗിക്കണമെങ്കിൽ കണ്ടില്ല നിങ്ങള്? പച്ചക്കള്ളം പറയുമ്പോ അള്ളാഹു അത് പൊളിക്കണൊരു പൊളിക്കല്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ പേരിൽ കളവ് പറയുമ്പോ തന്നെ അപ്പൊ തന്നെ അവിടെ ഒരു തെളിവ് അവശേഷിക്കുകയാണ് ഇത് കള്ളത്തരാണെന്നില്ല. പിന്നല്ലേ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞാല് ഇതൊന്ന് ആലോചിച്ചാ പോരെ? നിങ്ങൾക്ക് ബുദ്ധിയും വിവേകവും നിങ്ങളെ തലയിൽ ആൾപ്പാർപ്പുണ്ടെങ്കിൽ ഇതൊന്ന് ചിന്തിച്ചൂടെ? ഇതിനൊക്കെ എത്ര തെളിവുകളാണ്? ഇത് ഞങ്ങൾ വെറുതെ പറയണല്ലോ. എത്രയോ പ്രാവശ്യം ഇതൊക്കെ ക്ലാസ് റൂമിലിട്ട് നിങ്ങളെ കേൾപ്പിച്ചതല്ലേ, വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചതല്ലേ? നമ്മളെ ആൾക്കാരുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടാവും ആ ക്ലിപ്പ്. ഞങ്ങളുടെ കയ്യിൽ ആരെങ്കിലും തോട്ടക്കാട് നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും ക്ലിപ്പില്ലേ? തോട്ടക്കാട് അമീർ സാഹിബ് നിങ്ങൾക്കൊന്നും ആ ക്ലിപ്പില്ലേ വണ്ടി ചാട്ടായത്? എന്നിട്ടൊന്ന് മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസിനെ കുറിച്ച് നിങ്ങൾ എഴുതിയ പുസ്തകം ഒന്ന് എടുത്തു നോക്കണി, ക്ലിപ്പുണ്ട്, കേൾപ്പിച്ചുതരാം. എന്നിട്ട് മടവൂർ തങ്ങളെ കുറിച്ച് നിങ്ങൾ എഴുതിയ പുസ്തകം, ഞങ്ങൾ എഴുതിയത് വേണ്ട, നിങ്ങൾ എഴുതിയ ചരിത്രങ്ങൾ ഉണ്ടാവും. മടവൂർ ഷെയ്ഖ് എപ്പോഴാണ് വഫാത്തായത്, എപ്പോഴാണ് മടവൂർ ഷെയ്ഖ് തങ്ങളുടെ വഫാത്തായ വീട്ടിൽ നിന്നും ഷെയ്ഖിന്റെ പള്ളിയിലേക്ക് മഹാനവറുകളുടെ ജനാസ കൊണ്ടുവന്നത്, അതിനുശേഷം എത്ര മണിക്കാണ് കാന്തപുരത്തിലൂടെ കാരന്തൂരിലൂടെ ഈ മഹാനവറുകളുടെ ജനാസയും വഹിച്ചു കൊണ്ടുപോയ വാഹനം മടവൂരിലെത്തിയത്, ഇതൊക്കെ അതിലുണ്ടാവുമല്ലോ. എന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പകരനോടൊന്ന് ചോദിച്ചിട്ട് എന്തിനാ പകരെന്നോണം അങ്ങനെ പറയുന്നത്? അതിന് നിങ്ങൾ തക്ബീർ ചൊല്ലിയില്ലേ സുഹൃത്തുക്കളെ? പച്ചക്കള്ളം അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പേരിൽ വിളിച്ചു പറഞ്ഞതിന് നിങ്ങൾ തക്ബീർ ചൊല്ലിയിട്ട് അത് നിങ്ങളതിന് അംഗീകാരം നൽകിയില്ലേ? എല്ലാവരെയും വിൽപ്പന ചരക്കാക്കുക. അള്ളാഹുവിന്റെ വലിയാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലാണെങ്കിലും അല്ലേ, ആരായാലും അതിനൊക്കെ വിൽപ്പന ചരക്കാക്കുക, നിങ്ങളുടെ ജീവിതോപാധികളാക്കി മാറ്റുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആർക്കെങ്കിലും ചോദിക്കണ്ടോ? രണ്ടാൾ കുറെ ആയാലോ റീസാൻഡ് ചെയ്തിട്ട്. ആദ്യം ഈ ഷറഫുദ്ദും മൊബൈൽ എടുക്കട്ടെ, മറ്റേ 2-3 വട്ടം ചോദിച്ചതല്ലേ. ഈ കൈബാലത്തിന്റെ നേതാക്കൾ ഇന്നൊരു പത്രസമ്മേളനം നടത്തിയല്ലോ, എന്തൊക്കെയാണ് ഉദ്ദേശം? പുതിയ സമരമൊക്കെ നടത്തുന്നുണ്ടെന്ന് കേട്ടു. അല്ല ഉടായിപ്പ് എന്താണ്? അസ്സലാമു അലൈക്കും. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി, സംശയം ചോദിക്കാൻ വേണ്ടിയാണ്. ഈ മുടിനെ സംബന്ധിച്ച കാര്യങ്ങൾ ചോദിക്കണമെന്നില്ല. പിന്നെ ഈ മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടിക്കടുത്ത് ഒരു പടിഞ്ഞാറ്റമുറി എന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു യത്തീംഖാനയുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞൂറ് ഒന്ന് പറഞ്ഞു തരിക. അല്ലെങ്കിൽ അത് മേനോൻ സംസ്ഥയാണോ നടത്തുന്നത്, സംസ്ഥയുടെ കീഴിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പറഞ്ഞു തന്ന വലിയ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. മേനോൻ സമസ്തയാണോ രാമൻ സമസ്തയാണോ എന്ന് പറഞ്ഞതിന് മുമ്പ് ഇന്നത്തെ പത്രസമ്മേളനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താണ് പത്രസമ്മേളനത്തിലെ ആവശ്യങ്ങളൊക്കെ? അല്ല, ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അത് കേട്ടല്ലോ, അതന്നെ പറയാനുള്ളത്.
പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അപ്പുറത്ത് പറയാനില്ല എന്നതല്ലേ ഞങ്ങളെ പ്രത്യേകത. പറയാനുള്ളത് പത്രസമ്മേളനത്തിൽ പറയും. എങ്ങനെയാണ് പത്രസമ്മേളനം നടത്തുന്നത്? അല്ലെങ്കിൽ ഉണ്ടായിരുന്നൂടെ? എന്താണ് നിങ്ങൾ മൂല്യന്മാർ ഒരു 3-4 ആൾക്കാരവിടെ ഉണ്ടായിരുന്നത് ഒന്ന് പറയാമോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ പറയാം. ഇത് പത്രസമ്മേളനം നടത്തിയത് എന്താ? എന്തൊരു അന്തല്ലാത്ത ചോദ്യമാണ്. പത്രസമ്മേളനം നടത്തിയത് പിന്നെ എന്താന്ന് ചോദിച്ചു. അതിനല്ലേ പത്രസമ്മേളനം നടത്തുന്നത് ഇന്നതാന്ന് പറയാന്? അല്ലെങ്കിൽ നിങ്ങളൊരു 3-4 ആളോട് അങ്ങനെ കൂടിയതല്ലോ, എന്തിനാ ഒരു കൂടിയ ഒരു ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയായിരുന്നു. മാതിരി അന്തല്ലാതെ എന്ത് കൗമാനത് പഠിച്ചറബേ, തലയിലൊന്നുമില്ലേ? ആ സമത് പൈസ വന്ന് വസലായി തജിയാത്തി ഞങ്ങളെ വൈക്കെടുത്തോളി, ഇതിന് മറുപടി പറയേണ്ട വെച്ചിട്ട് പാവം നിങ്ങൾ വൈക്കെടുത്തോളി, സാരല്ല, അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം ഇത് കേട്ടിട്ടേ മൂപ്പരെന്തോ പറയാൻ വേണ്ടി വന്നതാണ്, കയ്യാണ് താത്തി. കാരണം അമ്മമാര് ചോദ്യം പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞത്, പത്രസമ്മേളനം നടത്തി എന്താ പറഞ്ഞു തിരിയാത്തൊരു മനുഷ്യന്മാര് അല്ലേ? അല്ല, വേറെ നിങ്ങളെ 3-4 ആൾക്കാർ യോഗം കൂടിയെന്നല്ലോ, എന്താ പറഞ്ഞു? നിങ്ങളെ അടിയന്തര മുഷാവറ കൂടിയെന്നല്ലോ, എന്തേ എന്ന് ചോദിക്കുകയാണെങ്കിൽ രസമായിരുന്നു. അല്ലെങ്കിൽ SYS സംസ്ഥാന കമ്മിറ്റി കൂടിയെന്നല്ലോ, എന്തിനാപ്പത് എന്ന് ചോദിക്കാൻ രസമായിരുന്നു. പത്രസമ്മേളനം നടത്തിയാൽ എന്താ അതിന്റെ ഉദ്ദേശം? അതല്ലേ പത്രസമ്മേളനത്തിൽ പറയാം. ഇൻഷാ അല്ലാഹ് മാരി പൊട്ടന്മാർ ഉസ്താദ് വരും, മുഹമ്മദ് ഫൈസി ഉസ്താദ് വരും. ആൾക്കാരെ കുരങ്ങാക്കാൻ എന്താണ് ആവശ്യം ചോദിച്ചത്, എന്താണ് എന്റെ കഥ എന്നാ ചോദിച്ചത്. അല്ലാതെ നിങ്ങൾ ഈ ആളുകളെ ഈ കുരങ്ങന്മാരാക്കണ പരിപാടി നിർത്തിക്കൂടെ സുന്നിസം? എന്താണ് ഈ പത്രസമ്മേളനത്തിന് നിങ്ങൾ പറഞ്ഞത്? 4 ആളെ പേര് പുറത്തോട്ടെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ, ആരാണ് ഈ പേര്? കുറച്ച് ആളുകൾ വെളിപ്പെടുത്താനുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. എന്താണ് നിങ്ങൾ സരിതന്റെ മാതിരി ഞങ്ങളോ? എന്താ സുന്നിസം, എന്താ പറ്റിയ നിങ്ങൾക്ക്? ഏൽപ്പിക്കാനായിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നിസന്റമായി DC ആയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കെടുത്തത്. പിന്നെ നേരത്തെ ഇയാൾ ചോദിച്ചല്ലോ, എന്താ അയാളെ പേര്, ലൈവ് സംവാദം, അദ്ദേഹം ചോദിച്ചല്ലോ. അപ്പൊ അദ്ദേഹം ചോദിച്ചപ്പോ ഞാൻ മൈക്കെടുത്തതേ സുന്നിസം പറഞ്ഞ മാതിരി എന്ത് ചോദ്യം. അപ്പൊ ഏതായാലും സുന്നിസം തന്നെ ചർച്ച നിയന്ത്രിക്കട്ടെ, നിങ്ങൾ വരാത്ത കൊണ്ട് ഞാൻ റൈസാൻഡ് ചെയ്തു എന്നാണ്. പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞു? പത്രസമ്മേളനം കേൾക്കണം, ഇല്ലെങ്കിൽ പത്രം വായിക്കണം. പത്രസമ്മേളനത്തിൽ പറഞ്ഞ പിറ്റേന്ന് പത്രത്തിലുണ്ടാകും. ആ മിനിമം ബോധമെങ്കിലും വേണ്ടേ? പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം ഒന്നിരിക്കൽ അതിന്റെ വീഡിയോ ക്ലിപ്പ് കാണുക, അല്ലെങ്കിൽ അതിന്റെ ഓഡിയോ ക്ലിപ്പ് കേൾക്കുക, അല്ലെങ്കിൽ പിറ്റേന്നുള്ള പത്രത്തിലെങ്കിലും വരുന്ന വാർത്ത വായിക്കുക. അപ്പോൾ മനസ്സിലാകും. വേറെന്താ പേര് പറഞ്ഞു? ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ നിങ്ങൾക്ക് വിറയില് തുടങ്ങി എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താ നിങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു? എന്താ നിങ്ങളുടെ വിചാരം? എന്തിനാ പോയ പത്രസമ്മേളനം നടത്തുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ നിങ്ങൾക്ക് ചെറിയൊരു ബേജാറ് തുടങ്ങലുണ്ടാ സമസ്ത രംഗത്ത് ഇറങ്ങുമ്പോഴേക്ക്? സമസ്ത രംഗത്തിറങ്ങുമ്പോഴേക്ക് നിങ്ങൾ ചെറുതായിട്ട് വറക്കലുണ്ടല്ലേ? ആ നല്ല വളർത്തോളൂ. സമസ്ത ഇറങ്ങിയാൽ അത് എവിടേക്കെങ്കിലും ഒരു മൂലക്ക് എത്തിച്ചിട്ടേ നിൽക്കുള്ളൂ. ഒരു പത്രസമ്മേളനം നടത്തിയപ്പോഴേക്ക് ഇക്കോലത്തിൽ നിങ്ങൾ ബേജാറായാൽ ഞങ്ങളൊരു സമരം പ്രഖ്യാപിച്ചാൽ നിങ്ങൾ എന്താകും? നിങ്ങൾ വിചാരിച്ച് 40-ാം വാർഷികം കഴിഞ്ഞോടുകൂടി ഞങ്ങളൊക്കെ വർഷിച്ച് അത്ര മൂലക്ക് കൂട്ടിയിട്ടിക്കാന്നാ? അതുണ്ടായിട്ടില്ല. ഇവരെ വിചാരം അങ്ങനെയാണേ. 40-ാം വാർഷികം കഴിയുന്നതോടുകൂടി കൂട്ടര് വറച്ച് ചത്തുപോകുന്ന പറഞ്ഞേ. അപ്പൊ ഇവരെ വിചാരം എന്താണ്? ഇതൊക്കെ വറച്ച് ചത്തുപ്പൊക്കെ ഒരു മൂലൊക്കെ കൂട്ടിയിട്ടിരിക്കുക എന്താണ്? വെറുതെ അതൊന്നും പറയാൻ നടക്കരുത്. നാട് നീളെ ഓരിയിട്ട് നടന്നിരുന്നതും ഞങ്ങൾക്കും അറിയാം. ജനാധിപത്യ രാഷ്ട്രത്തിൽ അതിന്റെ ശരിയായ രൂപത്തിൽ മുന്നോട്ടു പോകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധിക്കും. സമസ്ത ഇറങ്ങിയ കാര്യം അത് വ്യക്തമായി തന്നെ ഞങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അഫിഡവിറ്റിന്റെ കാര്യം തിരുത്തൂലാന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? അഫിഡവിറ്റ് തിരുത്തൂലാന്ന് പറഞ്ഞു. തിരുത്തിച്ചില്ലേ? ഞങ്ങൾ പറയണില്ല. നിങ്ങൾ തിരുത്തിയില്ലേ? സർക്കാർ തിരുത്തി കൊടുത്തില്ലേ? എന്തേ?
സമസ്ത ഇറങ്ങിയാൽ വിജയിക്കും. കാരണം ഇത് മേനോൻ സമസ്തയല്ല, ഇത് മുല്ലക്കോയത്തങ്ങ ഉണ്ടാക്കിയ സമസ്തയാണ്. മനസ്സിലായില്ലേ? അത് ഓർത്താ മതി. ഇത് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷ മേനോന്റെ ഉപദേശപ്രകാരം തട്ടിക്കൂട്ടിയതല്ല. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മഹാനവറുകൾ ഉണ്ടാക്കിയ സമസ്തയാണ്. മനസ്സിലായില്ലേ? അത് ഓർത്താ മതി. ഹലോ, എന്തിനാണ് സമദ് ഫൈസി ഈ ആടിനെ പട്ടിയാക്കണ പണിയെടുക്കണത്? അയാള് ചോദിച്ചത് എന്താ? പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞെന്ന് ചോദിച്ചത്? എന്തിനാണ് നിങ്ങൾ പത്രസമ്മേളനം നടത്തിയെന്നല്ല ചോദിച്ചത്? നിങ്ങൾ പത്രസമ്മേളനം നടത്തിയത് ഇവിടെ എന്താവല്? നിങ്ങൾ ഇതിനെ മുമ്പും കുറെ നടത്തിയല്ലോ, എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചു? സ്ഥാനം എന്തെങ്കിലും പറ്റിയോ? എന്തൊരു കഷ്ടം! എന്തിനാണ് പത്രസമ്മേളനം നടത്തിയത്? ആ പറഞ്ഞ കാര്യം പറയാനേ, ആ പറഞ്ഞ കാര്യം പറയാന് അതിനല്ലേ പത്രസമ്മേളനം നടത്തുക? എന്തൊരു കഷ്ടാണ്! നിങ്ങൾ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കേണ്ടത്. നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾ സംഭവം മാറിയതാണ്. കാരണം എന്താണ്? ഞങ്ങൾ ഇപ്പൊ ചോദിക്കേണ്ടതല്ല, നിങ്ങൾ എന്തിനാണ് യോഗം കൂടിയതെന്ന് ചോദിക്കാം അല്ലേ? നിങ്ങൾ വലിയൊരു അടിയന്തര യോഗം കൂടിയല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അടിയന്തര യോഗം കൂടുന്നു. എന്തിനാണ് നിങ്ങൾ അടിയന്തര യോഗം കൂടിയത്? അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. കാരണം എന്താണ്? നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ലല്ലോ, വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, പുറത്തുള്ള ആളുകൾ അറിയില്ലല്ലോ അടിയന്തര യോഗമാണെങ്കിൽ. അല്ലെങ്കിൽ സ്വകാര്യ യോഗം കൂടി എന്തിനായിരുന്നു എന്നൊക്കെ ആണെങ്കിൽ ചോദിക്കായിരുന്നു. ഒരു വിധം തലയിൽ ആൾപ്പാർപ്പുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദ്യം ആരെങ്കിലും ചോദിക്കുമോ? എന്തിനായിരുന്നു സമസ്ത പത്രസമ്മേളനം നടത്തിയത്? അതിന്റെ മറുപടി അവിടെ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയാനായിരുന്നു, പൊതുജനങ്ങളെ വിഷയങ്ങൾ അറിയിപ്പിക്കാനായിരുന്നു, ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുമ്പിൽ കുറച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കാനായിരുന്നു, ലോക ജനതയെ മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ അറിയിക്കാനായിരുന്നു. അത് പറഞ്ഞു. ആ പറഞ്ഞ കാര്യത്തിൽ അത് പറഞ്ഞു. ഇത് ഒരു തലയിൽ എന്തെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ട് ചോദിക്കണ ചോദ്യങ്ങൾ എന്താ? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. ആരായിരുന്നു കുത്തുബുദ്ദീൻ ഫിർദൗസി? എന്താണ് ബറക്കാത്തി സാദാത്യങ്ങളും കുത്തുബുദ്ദീൻ ഫിർദൗസിയും തമ്മിലുള്ള ബന്ധം? ബറക്കാത്തി സാദാത്യങ്ങൾ കുത്തുബുദ്ദീൻ ഫിർദൗസിയിൽ നിന്ന് സ്വീകരിച്ച തരീഖത്ത് ഏതാണ്? കുത്തുബുദ്ദീൻ ഫിർദൗസിയും ജാലിയാവാലയും തമ്മിലുള്ള ബന്ധം എന്താണ്? ജാലിയാവാലയുടെ മുരീദും ശിഷ്യനുമാണ് കാന്തപുരം എന്ന് പറയുമ്പോൾ ജാലിയാവാലയിൽ നിന്ന് സ്വീകരിച്ച തരീഖത്ത് ഏതാണ് കാന്തപുരം? ജാലിയാവാലയുടെ ശിഷ്യനാണെന്ന് പറയുമ്പോൾ ജാലിയാവാലയുടെ ഏത് കോളേജിലാണ് കാന്തപുരം ഓതിയത്? ജാലിയാവാലയിൽ നിന്ന് ഏത് കിതാബാണ് കാന്തപുരം ഓതിയത്? ജാലിയാവാലയ്ക്ക് ഏത് കിതാബാണ് കാന്തപുരം കാന്തപുരത്തിന് ഏത് കിതാബാണ് ജാലിയാവാല ഓതിക്കൊടുത്തത്? ജാലിയാവാലയിൽ നിന്ന് കാന്തപുരം സ്വീകരിച്ച മുടിയുടെ സനദ് ഏതാണ്? ജാലിയാവാലയ്ക്ക് ആരിൽ നിന്നാണ് മുടി കിട്ടിയത്? ജാലിയാവാലയുടെ കയ്യിൽ സനദില്ല എന്ന് അദ്ദേഹം പറയുമ്പോ ജാലിയാവാലയുടെ കൈക്ക് ജാലിയാവാലയുടെ കയ്യിലില്ലാത്ത സനദ് കാന്തപുരത്തിന് ആര് നൽകി? ജാലിയാവാലയ്ക്ക് മുടി കൊടുത്ത ആൾക്ക് എത്ര വയസ്സുണ്ട്? അദ്ദേഹം ജാലിയാവാലയ്ക്ക് അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എങ്ങനെ മുടി കൊടുത്തു? 25 വയസ്സുള്ള ആള് 40 കൊല്ലം മുമ്പ് ജാലിയാവാലയ്ക്ക് എങ്ങനെ മുടി കൊടുക്കും? ഇമാതിരി കുറെ ചോദ്യങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറഞ്ഞൂടെ നിങ്ങൾക്ക്? ഖസ്റജിയുടെ കയ്യിലുള്ള മുടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഖസ്റജിയുടെ കയ്യിൽ നിന്ന് കാന്തപുരത്തിന് കിട്ടിയ മുടിയുടെ നീളം എത്ര? ആ മുടിയുടെ ഒറിജിനൽ മുടിയുടെ നീളം എത്ര? അതിൽ നിന്ന് മുറിച്ചെടുത്ത് കൊണ്ടുവന്ന മുടിയുടെ നീളം എത്ര? നിങ്ങളുടെ കയ്യിലുള്ള മുടി നീളും എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ പ്രവാചകന്റെ മോചിതത്ത് മുറിഞ്ഞിട്ടുണ്ടോ? അതോ വഫാത്തിന് ശേഷവും അവശേഷിക്കുന്നുണ്ടോ? നീളുകയാണെങ്കിൽ എത്ര നീണ്ടു? അങ്ങനെ നീണ്ടിട്ടുണ്ടെങ്കിൽ ഈ 10 വർഷം കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള മുടിക്ക് എത്ര നീളം വന്നു? ഇനി ഇവിടുന്ന് അങ്ങോട്ട് നീളുന്നത് നിങ്ങൾ കാണിച്ചു തരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരികമായ പ്രത്യേകതകൾ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള മുടിക്കുണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള മുടിക്കുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ നിങ്ങൾക്ക് മനസ്സിലായുവാൻ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യം ചോദിക്കാം. അതിൽ വിരോധമല്ല. മുജാഹിദ് 1, 2, 3, 4, 5, 6, 7, 8, 9 തുടങ്ങി എല്ലാ ചോദ്യങ്ങളും ചോദിക്കാനുള്ള നിങ്ങൾ ഇന്ന മുജാഹിദാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ചർച്ച അങ്ങോട്ട് കൊണ്ടുപോകും, കുഴപ്പമില്ല.
നിങ്ങളെങ്ങനെ നോക്കി നിൽക്കുന്നു ഞങ്ങള്. പേരാമ്പ്രയിന്ന് പോന്നിട്ട് പിന്നെ ഒരു മുജാഹിദിനെ ജീവനോടെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് മറ്റേ താഴക്കോട് നമ്മളെ നാട്ടിലൊക്കെ മുജാഹിദീങ്ങൾക്കൊക്കെ എന്തേന്ന് ഉസ്താദെന്നോ പേരാമ്പ്ര ഞാൻ പോയി വന്നിട്ട് ഞാൻ പിന്നെ ഞങ്ങളെ നാട്ടിലൊരു മുജാഹിദീങ്ങളും കൂടി കണ്ടിട്ടില്ല. അത് കാണാൻ കമ്പുണ്ടായിരുന്നു. ഓൺലൈനെങ്കിൽ ഓൺലൈന് അത് മൈക്ക് അന്ന് റൈസാൻഡ് ചെയ്ത് വരും. ഇത്ര ആഗ്രഹിക്കാണ്. ഒന്ന് വരും പ്ലീസ്. 1-ാം നമ്പർ ഇസ്ലാഹി ഒന്ന് വരും, ഒന്ന് മൈക്കിൽ വരും, ഒന്ന് കാണാനാണ്, ആ ശബ്ദം ഒന്ന് കേൾക്കാനാണ്. കാരണം ഈ സാധനങ്ങൾക്ക് എന്തെങ്കിലും ജീവൻ ഉണ്ടോ എന്ന് അറിയണല്ലോ. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ചോദ്യങ്ങൾക്കൊന്നും ആരും നിങ്ങളിൽ നിന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും അവശേഷിക്കുകയാണ്. പിന്നെ ഞങ്ങളിപ്പോ ചോദിച്ചു പുതിയതായിട്ട്, നിങ്ങൾ മുഅ്ജിസത്തും കറാമത്തും മുറിഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ വാക്ക് നിങ്ങൾ 2011 മുമ്പ്, നിങ്ങൾക്ക് മുടി വരുന്നതിന് മുമ്പ്, നിങ്ങളുടെ ലോക ആരംഭം മുതൽ 2011 മർക്കസിൽ മുടി വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരെങ്കിലും പ്രസംഗിച്ചതിനോ നിങ്ങൾ അംഗീകരിക്കുന്നതോ നിങ്ങളും ഞങ്ങളും അംഗീകരിക്കുന്നതോ ആയ ആരെങ്കിലും പ്രസംഗിച്ചതിനോ എഴുതിയതോ അല്ലെങ്കിൽ സംസാരിച്ചതിന്റെയോ ഒരു തെളിവ് ഹാജരാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതിന് വിരുദ്ധമായ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ മുഅ്ജിസത്തും കറാമത്തും മുറിഞ്ഞു പോവുകയില്ല എന്നും അതുകൊണ്ട് ഇസ്തിഗാസ ചെയ്യാമെന്നും അതുകൊണ്ട് മരണപ്പെട്ടവർക്ക് ഇന്നും സഹായിക്കാൻ കഴിയുമെന്നും അടക്കമുള്ള തെളിവുകൾ, നിങ്ങൾ സംസാരിച്ചതിന്റെയും എഴുതിയതിന്റെയും തെളിവുകൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ്. നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ 1 by 1 ആയി എടുത്തിട്ടിട്ട് ഒരു മറുപടി പറയാൻ ഒരൊറ്റ ഉമ്മ പെറ്റ ഒരൊറ്റ ആൺകുട്ടികളായ ഒരൊറ്റ ഏപ്പിക്കാരനെയും നമ്മൾ കാണുന്നില്ല. എന്താ നമ്മളെ വെല്ലുവിളികൾ? ഇങ്ങനെയൊന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? അല്ലേ? ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഇന്നിങ്ങനെ കിടക്കുക. നിങ്ങളുടെ തങ്ങൾ, നിങ്ങളുടെ എല്ലാമായ മേനോന് ശേഷം നിങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത നിങ്ങളുടെ തങ്ങൾ, ആ തങ്ങൾ ഒരു വായുവിൽ തറക്കല്ലിട്ടിരുന്നു. ആ തറക്കല്ല് എവിടെയാണ്? അതിന് മോക്ഷം കിട്ടിയോ? ആ പള്ളി എവിടെ? നിങ്ങൾ കോഴിക്കോട് അങ്ങാടിയിൽ ആളുകൾക്ക് നിസ്കരിക്കാൻ ജുമാക്ക് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കോഴിക്കോട് അങ്ങാടിയിൽ നിർമ്മിക്കാൻ പിരിച്ചെടുത്ത പണം എത്ര? ആ പണം കൊണ്ട് നിങ്ങൾ ഇന്നുവരെ ഒരൊറ്റ നിസ്കാരപ്പള്ളിയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് എവിടെ മറുപടി? ഷഹറെ മുബാറക്ക് മസ്ജിദ് നിർമ്മിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് എവിടെയാണ് ഷഹറെ മുബാറക്ക് മസ്ജിദ്? നിർമ്മിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പേരിട്ടത് എങ്ങനെ മാറി? മാറ്റിയ പേരിൽ നിങ്ങൾ പള്ളി ഉണ്ടാക്കിയോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ എത്ര വട്ടം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആരായാലും ചോദിച്ചോളി, നിങ്ങൾ ചോദിച്ചോളി. ഷാക്ക് മച്ചിങ്ങനെ നിങ്ങൾ ആ മുടി ഇങ്ങനെ പടച്ച റബ്ബേ, ഏത് കുതിരവാലാന്നാവല്ലേ അയാളെ കജില് റസൂലുള്ളാഹിന്റെ തിരുകേശാണെന്നല്ല പറയണെന്നിട്ടത്. അഊസു ബില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജൂദായിസത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് നാണം, മാനം, മോങ്കിടുക ഇതൊന്നും ഇല്ലേ? നിങ്ങൾക്ക് നേരാൻ വണ്ണം ആ പത്രസമ്മേളനം വിശകലനം ചെയ്യാൻ പോലും കഴിയുന്നില്ലല്ലോ. വല്ലാത്തൊരു ഗതികേട് തന്നെ കേട്ടോ നിങ്ങളുടേത്. ആ പത്രസമ്മേളനത്തെ കുറിച്ച് ചോദിക്കുന്നത് ഏത് അർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കാൻ പോലുള്ള വിവേകവും ബുദ്ധിയും ഇതൊന്നും ഇല്ലേ സുന്നിസം? അതായത് നിങ്ങളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പത്രസമ്മേളനമാണ് കേരളം കണ്ടത്. ഹൈദരലി ശിഹാബ് തങ്ങൾ, നിങ്ങളുടെ നേതാവ്, ലീഗിന്റെ നേതാവ്, അതേപോലെ ലീഗ് എന്നുള്ള പാർട്ടി നിങ്ങൾ വരച്ച വരയിൽ നിൽക്കുന്ന സന്ദർഭം, അധികാരം നിങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് AP വിഭാഗത്തിന്റെ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനേക്കാൾ വലിയ മോങ്കടൽ എന്താണ് നിങ്ങൾക്ക്? ആ പത്രസമ്മേളനം വായിച്ചാണ് നിങ്ങൾ? ആ പത്രസമ്മേളനങ്ങളത് വായിച്ചാണ്?
എ.പി. വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പത്രസമ്മേളനം വായിച്ചാണ് നിങ്ങൾ. അത്ര കഥയായി. അത് വായിക്കും. ഹലോ, പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും പറയണേ. ഇവരെ ആര്യാടന്റെ ഒരൊറ്റ പിൻബലത്തിലാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. ആര്യാടന്റെ കളി മാത്രമാണ് ഇതിൽ കളിക്കുന്നത്. ആര്യാടെ എത്രത്തോളം കളിക്കുന്നു കാണാമല്ലോ. ഇനിയിപ്പോ അധിക ടൈമൊന്നുമില്ല, ഒരു 1.5 വർഷം കൂട്ടിയുള്ള ആര്യാടന്റെ 8ന്റെ പണി മലപ്പുറത്ത് തന്നെ കൊടുക്കും. കണ്ടോളൂ നിങ്ങൾ. അതോടെ പണി എ.പി.കാർക്ക് കിട്ടും. എന്ത് പണിയായാലും ഇത്തരം പത്രസമ്മേളനം ചെയ്തിട്ട് നടത്തരുത്. എ.പി.കാർക്ക് തന്നെ ലജ്ജ വന്നു. അതുകൊണ്ട് ഇനി ദയവ് ചെയ്തിട്ട് നടത്തരുതെന്ന നമുക്ക് പറയാനുള്ളത്. അപ്പൊ എന്തേ പത്രസമ്മേളനത്തിൽ ഈ പൊട്ടത്തരായിരുന്നു വിളിച്ചറിഞ്ഞത്? അതാണ് ഇപ്പൊ ഞാൻ ഈ ചോദിക്കണത്. എന്താണ് പത്രസമ്മേളനത്തിൽ നിങ്ങൾ പറയണത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? പൊട്ടത്തരം എങ്ങനെ പറയലാണോ അല്ല പ്രധാനപ്പെട്ട വല്ല ഉദ്ദേശങ്ങളും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനൊരു മറുപടി സുന്നീസം പറയും, അല്ലാതെ പൊട്ടത്തരം തന്നെ മറുപടി അറിയാം. എന്താണ് ഇത്ര നേരം? അതന്നെയല്ലേ കുട്ടി പറഞ്ഞത്. ഇയാള് പറയാം അങ്ങനെ ഉണ്ടാവും, എ.പി.കാരിൽ നിന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കണം എന്ന് പറഞ്ഞു. എ.പി.കാർ ഞങ്ങൾക്ക് നീതി തരുന്നില്ല. അതൊക്കെ ഇയാള് പറയണം. പത്രസമ്മേളനത്തിൽ എന്തേ പറഞ്ഞു? അത് പത്രസമ്മേളനത്തിൽ നോക്കിയും എ.പി.കാർ ഞങ്ങൾക്ക് നീതി തരുന്നില്ല എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതെന്ന് വായിക്കാൻ പറഞ്ഞു. മൂപ്പര് ഈ നിമിഷം വരെ വായിച്ചിട്ടില്ല. പത്രസമ്മേളനത്തിൽ എന്താ പറയുന്നത്? പത്രസമ്മേളനത്തിലല്ലേ പറയാം. എന്നല്ലേ പത്രസമ്മേളനം നടത്തുന്നത്? ഇവിടെ എന്താ നിങ്ങളെ ചോദ്യം എന്നാ ചോദിക്കണത്? ഇവിടെ നിങ്ങളെ ചോദ്യം എന്താണ്? ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അത് ശരിയാണോ ചോദിക്കും. ഇപ്പൊ ഉദാഹരണം പറയാം, കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ, പെന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി, ഇവരൊക്കെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞങ്ങൾ ആ പത്രസമ്മേളനം വെച്ച് ചോദിച്ചു, ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ പറഞ്ഞ അടിരേഖ എവിടെയാണ്? അടിരേഖ കൊണ്ടുവരാമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ഇന്നുവരെ നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇങ്ങനെ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു ഒന്നാമതായി അത് 3-4 വട്ടം ഒന്നാമതായി, ഇന്ന് വരെ എന്നിട്ട് അത് ഒന്നാമതായിട്ടില്ല. ഇങ്ങനെ പറഞ്ഞത് എന്താണ് ഈ ഒന്നാമതായി? ഈ ആശയക്കുഴപ്പങ്ങൾ ഇതൊക്കെയല്ലേ ചോദിക്കുക. ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഏത് ആശയമാണ് നിങ്ങൾക്ക് വെളിവാകാൻ ബാക്കിയുള്ളത്? ഞങ്ങൾ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? ഇതൊക്കെയല്ലേ ചോദിക്കുക. സനദുണ്ട് നിങ്ങൾ പറഞ്ഞു മുടിക്ക്, അതിന്റെ അടിരേഖയുണ്ട്. അടിരേഖ അബൂദാബിയിലുണ്ട്. അബൂദാബിയിൽ നിങ്ങൾ കൊണ്ടുവന്നൂടെ ചോദിച്ചാൽ അതിപ്പോ പെട്ടെന്ന് പറ്റൂല, അയാൾ ടൂർ പോയിക്കാണ് അടിരേഖ എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചു. അടിരേഖ വന്നോ? അടിരേഖ വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയോ? ഇതൊക്കെ ഞങ്ങൾ ചോദിച്ചൂടെ? ഞങ്ങൾ പറഞ്ഞ ആശയത്തിന് വിരുദ്ധമായി എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ഇതല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. ആ ആശയത്തിൽ എന്താണ് വൈരുദ്ധ്യമുള്ളത്? അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അതിൽ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് എതിർക്കാൻ എന്തുണ്ട്? പാനപാത്രം വന്നപ്പോ ഞങ്ങൾ ചോദിച്ചു. അത് ഞാനിങ്ങനെ ആലോചിക്കാണ്. ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അറിയുന്നവർ ഉത്തരം പറയണം. ഒരു ചെറിയൊരു ക്വിസ് പ്രോഗ്രാമാണ്. ആദ്യം അടിക്കുന്നവർക്ക് ഒരു പൂവ് സമ്മാനം. പാനപാത്രത്തിൽ വെള്ളം കുടിച്ച ഏക മനുഷ്യനാര്? കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ജൂത പാനപാത്രത്തിൽ വെള്ളം കുടിച്ച ഒരാൾ ആര്? പൊന്മള എന്നെഴുതി ഗഫൂർ തഴുവാനോ എന്താണ് മൂപ്പര് ആ സമ്മാനം നേടിയിരിക്കുന്നു. കാന്തപുരത്തിന്റെ ഈ പാനപാത്രത്തിൽ ഒരൊറ്റാളെ വെള്ളം കുടിച്ച പൊന്മള മാത്രം. അയാളൊരു ഗതികേടെന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ അല്ലേ? ആ ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് കാന്തപുരം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. കാരണം ഇയാളെ കൊണ്ടൊന്ന് വെള്ളം കുടിപ്പിച്ചാൻ, പൊന്മള വെള്ളം കുടിച്ചതാണ്. പിന്നെ അയാളെ താഴെ അരിയൂർ, ആ അരിയൂക്കാരനാ, മാഷാ അല്ലാഹ് അല്ലേ? ആ ഒരൊറ്റ
പൊന്മളുടെ അമ്മയൊന്നല്ല, പൊന്മള പരസ്യമായി വെള്ളം കുടിപ്പിച്ചു കാന്തപുരം ആ സമ്മേളനത്തിൽ വെച്ചിട്ട്. പിന്നെ ഇന്ന് വരെ ആലോചിച്ചു നോക്കാൻ നിങ്ങൾ, ഞാനെങ്ങനെ ആലോചിച്ചു, ഈ പൊട്ടപ്പാത്രം കൊണ്ടുവന്നിട്ട് ഈ പൊട്ടച്ചട്ടിയിൽ ഒരൊറ്റ ആളെ കൊണ്ടാ വെള്ളം കുടിച്ചത്, പൊന്മളെ കൊണ്ടാ. ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചപ്പോ അയാൾ കൊണ്ടുവന്നതാണെന്ന് സംശയമുണ്ട്. ജാഫർ ഇല്ലു സാഹിബ് എന്തോ കാര്യമായിട്ട് പറയാനുണ്ട്. നമ്മൾ അതുണ്ടാക്കാൻ തീരുമാനിച്ച് വെറും 40 കോടി ഉറുപ്പിക 4 ലക്ഷം ആളുകളോട് 1000 രൂപ വീതം വാങ്ങാമെന്ന് പറഞ്ഞപ്പോ മുഅ്മിനീങ്ങളതാ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഞങ്ങളുടെ 1000 സ്വീകരിക്കണം, അത് തികയുന്നതിന് മുമ്പ് ഞങ്ങളെ 1000 സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഫോണുകൾ വരികയാണ്. എന്ന് മാത്രമല്ല പലരും അവിടെ